السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن. وقال النبي صلى الله عليه وسلم: إن الشيطان يجري من ابن آدم مجرى الدم فضيقوا مجاريه في الجوع والصوم. صدق رسول الله. നമ്മുടെ മജ്‌ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരല്പനേരം പരിശുദ്ധ റമദാന്റെ സ്വീകരിക്കൽ, അതുപോലെ നോമ്പുമായി സംബന്ധപ്പെട്ട ചില മസ്അലകൾ, നോമ്പുടെ ഫർളുകൾ, നോമ്പുടെ സുന്നത്തുകൾ, നോമ്പ് ബാത്തിലാവുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെ വിശദീകരിക്കുകയായിട്ട് ഇന്നത്തെ ഞങ്ങളുടെ ക്ലാസ്. റമദാൻ നമുക്ക് അടുത്തായി പറഞ്ഞുകൊണ്ട് ആ റമദാന്റെ സ്വീകരിക്കേണ്ടത് എങ്ങനെ, ആ റമദാന് എങ്ങനെയായിട്ട് ഞങ്ങൾ തയ്യാറിയാവേണ്ടത്. റമദാൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ಗೊತ್ತುണ്ട്. നോമ്പ് പിടിക്കുന്നില്ല. നോമ്പ് എന്നുള്ളത് ഇബാദത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള ഒരു ഇബാദത്ത്. ചൊമ്മനാറ നീണ്ടടിക്കുന്ന ഒരു ഇബാദത്ത്. സുബഹിയെ പിടിച്ച് മോദി തോന്നുന്നു അതവൻ പറഞ്ഞെങ്കിലും ആ നോമ്പ് അവന്റെ മുട്ടമേക്കിടും, കിടത്തുമ്പത്തും അവന്റെ മുട്ടമേക്കിടും. അപ്പൊ സുബഹിയെ പിടിച്ച് മോദി തോന്നും ഒരു മനുഷ്യൻ അല്ലാഹുമായുള്ള ആ ചെയ്യുന്ന ഇബാദത്ത്. നോമ്പുടെ മഹത്വത്തെ കുറിച്ച് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്. ഇൻഷാ അല്ലാഹ് മഹത്വത്തെ സംബന്ധിച്ച് എങ്ങനെയായിട്ട് ആ റമദാനെ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നും ഓരോന്നായി നമുക്ക് തർത്തീബ് പ്രകാരം വിവരിക്കാം. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, സലാത്തു ദഅവാതി ലാ തുറദ്, മൂന്ന് ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയുന്നു. ആ മൂന്ന് ദുആനെ അല്ലാഹു സ്വീകരിക്കുക, അത് അല്ലാഹു ഇജാബത്ത് ചെയ്താൽ അതിൽ പെട്ടൊന്ന് ദഅവത്തുൽ വാലിദ്, മാതാപിതാക്കളുടെ ദുആ. അപ്പോ മക്കൾക്ക് വേണ്ടി ദുആ ഇറക്കുന്നത് അത് നല്ലത് ദുആ ആണെങ്കിലും കിടക്കുന്ന ദുആ ആണെങ്കിലും മാതാപിതാക്കളുടെ ദുആ മക്കൾക്ക് പെട്ടെന്ന് ഫലിക്കും. പെട്ടെന്ന് ആ ദുആക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ട് മക്കളല്ലാണെങ്കിൽ മാതാപിതാക്കൾ അല്ലാഹുവിനോട് ദുആ ഇറക്കണം. നാല് മക്കളെ നന്നാക്കണം. തെറ്റായ ദുആകളിൽ നിന്നും തെറ്റായ വാക്കുകളിൽ നിന്നും നാവിനെ സൂക്ഷിക്കണം, നാവിനെ ജാഗ്രത ആയിരിക്കണം. ഞങ്ങളെ സബ്ജക്ട് അല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തുനിന്നാണ് കടക്കുന്നത്. അത് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട, നിർബന്ധമായി മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളായിരിക്കും. പല മക്കളും കിടക്കാവുള്ള കാരണം മാതാപിതാക്കളെ നാവ് നന്നാക്കുക, പലക്കം നന്നാക്കുക. മക്കളെ സംബന്ധിച്ചപ്പോഴും നല്ല രീതിയിലുള്ള പലക്കങ്ങൾ മാതാപിതാക്കളിൽ നിന്നുണ്ടാവണം. തെറ്റായിട്ടുണ്ടാവുമ്പോൾ നല്ലത് ദുആണെങ്കിലും കിടക്കുന്നത് ദുആണെങ്കിലും മാതാപിതാക്കളെ ദുആ മക്കൾ പെട്ടെന്ന് ഫലിക്കണം. അതുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ നമ്മളിൽ നിന്ന് ചില അബദ്ധങ്ങളായ പലക്കങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അത് വളരെ സൂക്ഷിക്കണമെന്നായിരിക്കും ഈ സമയത്ത് ഞാൻ ഏതായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷയമല്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് തൽക്കാലം അതോടെ രണ്ടാമതായി നബി തങ്ങൾ ചൊല്ലുന്നത് മൂന്ന് ദുആക്ക് ഉത്തരമുണ്ട്. ഒന്ന് മാതാപിതാക്കളുടെ ദുആ, രണ്ട് നോമ്പുകാരന്റെ ദുആ. ഇതായിട്ടാണ് ഞങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. മൂന്നാമതായി വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ ദുആ. ഞങ്ങളെ റായത്ത് വിരുദ്ധർ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളെ റായത്തിൽ കൂടെ വിട്ടുകിടക്കുക നല്ല ഹലാലായ യാത്ര കൊണ്ടാകുമാ അത്ര മാറുമാരെ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതിൽ ഒരാളായിട്ട് ദഅവത്തു സ്വാഹിം, നോമ്പ് പിടിച്ചവരുടെ ദുആ. അപ്പൊ നോമ്പ് പിടിച്ചവരുടെ ദുആക്ക് ഉത്തരമുണ്ട് ചൊല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജുമാനാലിന്റെ ദുആക്ക് ഉത്തരമുള്ള ഒരു പ്രത്യേക സമയമുണ്ട്. റമദാൻ അല്ലാഹു ലൈലത്തുൽ ഖദ്ർ ഒരു പ്രത്യേക നാൾ വെച്ചിട്ടുണ്ട്. ഹജ്ജിലെ സമയങ്ങളിൽ പ്രത്യേകം ദുആക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്. അതേപോലെ തന്നെ നോമ്പ് പിടിച്ചതായ മനുഷ്യര് ആ മനുഷ്യന്റെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് സയ്യിദുനാ റസൂൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞങ്ങളെ നോമ്പ് ആ നോമ്പ് ചൊല്ലത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയം. ഞങ്ങളെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം തരണമെങ്കിൽ അല്ലാഹു തആല ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ആ സമയത്ത് കൂടുതൽ അടുപ്പമുള്ളവനും ഞങ്ങളെ ഇബാദത്ത് കൊണ്ട് അല്ലാഹു തആല തൃപ്തിപ്പെട്ടവനുമായത് കൊണ്ടായിരിക്കണം. അതുകൊണ്ട് നോമ്പ് എന്നുള്ളത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അതിക്ക് ചില ശ്രേഷ്ഠതകൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ഇനിയും നോമ്പിനെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകളുണ്ട്. ഞാൻ ആ ഭാഗത്ത് ഒന്നും കടന്നില്ല. അസ്യാമു ജുന്നത്തുൻ വഖിസ്സുൻ ഹസീനു മിനന്നാർ. നോമ്പ് എന്നുള്ളത് ഒരു മനുഷ്യന്റെ പടത്തിൽ നിന്ന് തടഞ്ഞിരിക്കുന്നതും നരകത്തിൽ നിന്നുള്ള ഒരു ഭദ്രകോട്ടയായി ഇടാവുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോമ്പ് പിടിച്ച ഒരു മനുഷ്യൻ അവന്റെ വയറിന് മാത്രം നോമ്പ് കൊടുക്കാണ്ട് ആ നോമ്പ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് എങ്ങനെയാവണം എന്നതിന്റെ അവസാന ഭാഗത്തിൽ നിന്ന് ചെല്ലാം. ആ നോമ്പാവണമെങ്കിൽ നോമ്പുടെ ചില അദബുകളുണ്ട്, ചില സുന്നത്തുകളുണ്ട്, ചില മര്യാദകളുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ടാവണം. ആ സമയത്ത് ഞങ്ങളെ ആ നോമ്പ് പിടിച്ചിട്ട് ഞങ്ങൾ അതിന് ഉത്തരമുണ്ട്. ആ നോമ്പ് നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാവലായിട്ട് ആ നോമ്പ് ഞങ്ങൾക്കത ശഫാഅത്ത് ചെയ്ത നോമ്പ് കൂടിയാവുക. പിന്നെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമൽ പറയുന്ന പരിപാടി الصيام والقيام والقرآن يشفعان للعبد كما يوم القيامة. ഖിയാമത്തിനാൽ ഒരു മനുഷ്യന് പരിശുദ്ധമായ നോമ്പും പരിശുദ്ധമായ ഖുർആനും അവനക്ക് ശഫാഅത്ത് ചെയ്ത് അവന്റെ സ്വർഗ്ഗത്തിൽ വിളിച്ചുപോകും. പടച്ചവനെ റമദാൻ അവൻ ആദരിച്ചില്ല, ഓൻ നോമ്പ് പിടിച്ചില്ല, ഉടനെ സ്വർഗ്ഗത്തിൽ കടത്തണമെന്ന് നോമ്പും ചൊല്ല്. പരിശുദ്ധ ഖുർആൻ എന്നെ സ്നേഹിച്ചില്ല, എന്റെ അവൻ ഒരുപാട് ഓതില്ല. പ്രത്യേകിച്ചും റമദാൻ ഖുർആനോത്ത് അധികരിപ്പിക്കേണ്ട നിങ്ങൾ ആ റമദാനിൽ ഖുർആനോത്ത് അധികരിപ്പിക്കണം. അപ്പൊ ആ ഖുർആൻ അവനക്ക് ശഫാഅത്ത് ചെയ്ത് യഖൂലു സിയാം ഐ റബ്ബി മനഅതുഹു അത്അമ വശബാതി മിൻ നഹാർ ഫസഫിനി ഫീ. നോമ്പ് ചൊല്ലുന്ന പടച്ചവനെ ഞാൻ അവന്റെ പകൽ സമയത്ത് ചിഹ്നം കൊണ്ടിട്ടില്ല, തന്നെ കുടിക്കൊക്കെ കൊണ്ടിട്ടില്ല. അതുകൊണ്ടിട്ട് അവൻ എന്റെ അനുസരിച്ചില്ല, എന്റെ അവന്റെ സ്വർഗത്തിൽ കടത്തുമ്പോൾ എന്റെ ശഫാഅത്തിനെ സ്വീകരിക്കണം. ويقول القرآن منعته النوم بالليل فسبحني فيه فيشفع. ഖുർആൻ ചൊല്ലുന്ന ജാമന വറപ്പടി നീച്ചിട്ട് അവൻ ഖുർആൻ ഓതില്ല, അവൻ ഖുർആന്റെ മഹബത്ത് വെച്ചില്ല, അവന്റെ നമുക്ക് ശഫാഅത്ത് ചെയ്യുന്ന നമുക്ക് സ്വർഗ്ഗത്തിൽ കടന്നു. അപ്പൊ നോമ്പും ഖുർആനും അവനക്ക് ശഫാഅത്ത് ചെയ്ത് മൂന്ന് ഹദീസിലാണ് വിവരിച്ചത്. പരിശുദ്ധമായ റമദാന്റെ നോമ്പ്, ആ നോമ്പുടെ മഹത്വത്തെ കുറിച്ച് ബഹുമാനത്തെ കുറിച്ച് അറിയണം. ആ നോമ്പുടെ ശ്രേഷ്ഠതയെ കുറിച്ച് അറിയണം. റമദാനെങ്കിലും റമദാൻ അല്ലാത്ത കാലത്തെങ്കിലും നോമ്പുകൾ ഒരുപാട് മഹത്വങ്ങളുണ്ട്. പ്രത്യേകിച്ച് റമദാൻ ഫർദായ നോമ്പാകുമ്പോൾ കൂടുതൽ അതിന്റെ മഹത്വമുണ്ട്, കൂടുതൽ അതിന്റെ ബഹുമാനമുണ്ട്. ഞങ്ങളുടെ വിഷയം പരിശുദ്ധമായ റമദാനെ എങ്ങനെ സ്വീകരിക്കാം എന്നുള്ളതായിട്ട് ഒന്നാമതായി റമദാൻ വരുമ്പോൾ തന്നെ ആ റമദാൻ പണ്ട് കാര്യത്തിൽ നിന്ന് വല്ലാത്ത സന്തോഷമുള്ളവനാവണം. റമദാൻ കൈത് വന്ന് എന്നതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കണം, കൽബിൽ നല്ല സന്തോഷമുണ്ടാവണം. ഞങ്ങളെ മനസ്സതിരെ ആ റമദാനെ സ്വീകരിക്കപ്പെടുത്തണം. അതാ ഇബാദത്തുടെ തിങ്കൾ, ഖുർആനോദിലെ തിങ്കൾ, മുഅ്മിനീങ്ങൾ കൂടുതൽ ഇബാദത്ത് ചെയ്ത തിങ്കൾ ഞങ്ങളെ കൊണ്ട് വന്നോട്ടുണ്ട് എന്ന് മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ടാവണം. റമദാൻ വന്ന് എന്നത് കൊണ്ട് സന്തോഷിക്കണം. ഇനി എപ്പത്തിയതേ വൃത്തികളെ കഷ്ടപ്പെടണല്ലേ എന്നുള്ളൊരു മനസ്സിൽ ബേജാറ്, മനസ്സിൽ ഒരു ദുഃഖം ഒളിഞ്ഞുകിടക്കൊടുത്തീരാം. റമദാന്റെ നല്ല പുഞ്ചിരിയോടുകൂടെ സന്തോഷത്തോടുകൂടെ മുഅ്മിനീങ്ങൾ സ്വീകരിക്കണം. റമദാന്റെ സ്വാഗതാക്കളെ റമദാന്റെ സ്വീകരിക്കുന്നതിൽ ഒന്നാമതായി ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് നല്ല സന്തോഷം അവന്റെ മനസ്സിലുണ്ടാവുക. ഇതായിരിക്കും രണ്ട് തിങ്കൾ മുന്നിൽ തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ.
റമദാന്റെ എത്വാടിത്തരം റജബും ശഅബാനും ബറക്കത്ത് ചെയ്യുവാനായി അല്ലാഹുവിന്റെ ഈ രണ്ട് തിങ്കൾ മൂന്നിൽ തന്നെ റെഡിയാവും. ആ രണ്ട് തിങ്കൾ മൂന്നിൽ തന്നെ ഇബാദത്ത് പ്രാക്ടീസ് ആക്കി റമദാനിൽ കൂടുതൽ ചെയ്യും. ഞങ്ങൾ റജബുൽ നോമ്പ് പിടിക്കൊണ്ട് ശഅബാനിൽ നോമ്പ് പിടിക്കണം. എന്തിന്? റമദാനിന് റമദാനിന് റെഡിയാവും. അപ്പൊ റജബും ശഅബാനും മഹത്വമുള്ള തിങ്കളുണ്ട് വെച്ചത് തന്നെ എന്തെങ്കിലും മഹത്വം ചൊല്ലേ ആ മഹത്വമുള്ള നാളിൽ മഹത്വമുള്ള തിങ്കളിൽ ഇബാദത്തുകൾ കൂടുതൽ ചെയ്യണം. അല്ലെ, മക്കത്തിൽ ഇബാദത്തിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ട് മക്കത്തിൽ എത്തിപ്പെട്ടവൻ അവിടെ കൂടുതൽ ഇബാദത്ത് ചെയ്യണം. മദീനത്തിൽ എത്തിപ്പെട്ടവൻ അവിടെ കൂടുതൽ ഇബാദത്ത് ചെയ്യണം. നല്ല തിങ്കൾ പറമ്പ് കൂടുതൽ ഇബാദത്ത് ചെയ്യണം. നല്ല നാല് പറമ്പ് കൂടുതൽ ഇബാദത്ത് ചെയ്യണം. അപ്പൊ റജബും ശഅബാനും ശ്രേഷ്ഠമുള്ള തിങ്കൾ എന്തെങ്കിലും കൂടുതൽ ഇബാദത്ത് ചെയ്യണം. എന്ത് കൂടുതൽ ഇബാദത്തിന് റമദാനിൽ കൂടുതലായി ചെയ്യുന്നത് പ്രേരിപ്പിക്കണമെന്നായിരിക്കും. റമദാനിന് പ്രാക്ടീസ് തന്നെ തുടങ്ങണം. 2-3 തിങ്കൾ തന്നെ. അപ്പൊ ആ 2 തിങ്കളിൽ നിന്നും കഴിഞ്ഞിട്ട് റെഡിയാവേണ്ടത് റമദാനിന് മുട്ടാവല്ല. റമദാനിന് 2-3 തിങ്കൾ തന്നെയായിരിക്കും പരിശുദ്ധമായ റമദാനെ മാറ്റവും ബഹുമാനവും അവിടുത്തേതായ ആ ശ്രേഷ്ഠത മനസ്സിലാക്കി റജബും ശഅബാനും കൂടുതൽ ഇബാദത്ത് ചെയ്ത് തന്നെ തയ്യാറാവുക എന്നുള്ളത് റമദാന്റെ സിദ്ധതയായിരിക്കും. അപ്പൊ ഒന്നാമതായി സന്തോഷിക്കുക, രണ്ടാമതായി കൂടുതൽ ഇബാദത്തുകളെ വർദ്ധിപ്പിക്കുക റജബും ശഅബാനും. മൂന്നാമതായി ഒരു പരിശുദ്ധമായ റമദാൻ ഞങ്ങൾക്ക് എത്തുമ്പോ ആ റമദാനെ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് അന്നിയത്തുൽ ഖാലിസ, നല്ല നിയ്യത്ത് വേണം. നല്ല നിയ്യത്ത് വേണം ചെന്നെങ്കിൽ ഈ റമദാൻ ആയി വരുമ്പോ ആ റമദാനിലെ എല്ലാ നോമ്പും നമുക്ക് പിടിക്കണം. റമദാനിലെ എല്ലാ തറാവീഹും നിസ്കരിക്കണം. റമദാന്റെ ഫർദായ നിസ്കാരങ്ങൾ ജമാഅത്തായി നിസ്കരിക്കണം. റമദാനിൽ കൂടുതലായി പള്ളിയുമായി ബന്ധപ്പെടണം. ഈ റമദാനിൽ ഒരു തറാവി പോലും മുടങ്ങുതീര എന്ന നിയ്യത്ത് വേണം. ഈ റമദാനിൽ ഒരു നോമ്പ് പോലും ഞാൻ ഉപേക്ഷിക്കില്ല എന്ന നിയ്യത്ത് വേണം. ഈ റമദാനിലെ എല്ലാ നാളും ഫർദ് നിസ്കാരങ്ങൾ ഇമാം ജമാഅത്തായി ഞാൻ നിസ്കരിക്കണ എന്ന നിയ്യത്ത് പ്രത്യേക തന്നെ റെഡിയാക്കി വെക്കണം. എല്ലാ നാളും തറാവീഹ് ഞാൻ എത്ര എന്ന നിയ്യത്ത് പ്രത്യേക തന്നെ റെഡിയാക്കി വെക്കണം. പരിശുദ്ധ ഖുർആൻ ഇത്ര ഖത്മോദനം, ഒരു 3 ഖത്മോദനം അല്ലെങ്കിൽ ഒരു 10 ഖത്മോദനം എന്നുള്ള നിയ്യത്ത് പ്രത്യേക റെഡിയാക്കി വെക്കണം. ഇത്ര സലാത്ത് ഈ റമദാനിൽ ചൊല്ലണം, ഇത്ര ദിക്ർ ഇങ്ങനെ റമദാനിൽ ചൊല്ലണമെന്ന് ഫസ്റ്റ് തന്നെ നിയ്യത്ത് റെഡിയാക്കി വെക്കണം. ഇതായിട്ട് സിദ്ധതയിൽ ഞങ്ങൾ ചെയ്യേണ്ടത് അല്ലെ. ഇപ്പൊ റമദാൻ മുട്ടായി വന്നോണ്ട് അപ്പൊ ഇപ്പൊ തന്നെ ഇത്ര നല്ല നിയ്യത്തുകൾ വെച്ച് വെക്കണം. അപ്പൊ പിന്നെ ചെയ്യണം. നിയ്യത്തില്ലെങ്കിൽ അല്ലാഹു തആല സന്ദർഭത്തിൽ ചെയ്യുന്ന അവസരത്തെ അല്ലാഹു റെഡിയാക്കി തരും. മനസ്സിനങ്ങളിൽ നിന്നുണ്ടാവുക അല്ലാഹു തആല എളുപ്പമാക്കി തരും. അപ്പൊ അതുകൊണ്ട് ഈ റമദാൻ ഉണ്ടായി വന്നുകൊണ്ടുണ്ട്. ഈ റമദാനിന്റെ നല്ല ഇബാദത്തുകൾ ഇപ്പമേ ഞങ്ങളെ ഖൽബിൽ ലിസ്റ്റ് റെഡിയാക്കി വെക്കണം. ഇത്ര ദിക്ർ, ഇത്ര ഖുർആൻ, ഇത്ര സലാത്ത്, തറാവീഹ് നിസ്കാരം, നോമ്പ്, ഫർദ് നിസ്കാരങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുക, ഇങ്ങനെയുള്ള നല്ല നല്ല ഇബാദത്തുകൾ ചെയ്യണമെന്നുള്ള ഒരു ലിസ്റ്റ്, ഒരു നിയ്യത്ത് ഞങ്ങളുടെ മനസ്സിൽ റെഡിയാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ചെയ്യുക എളുപ്പമാക്കി തന്ന. ഇത് നീണോമ്പറോ നിയന്ത്രണ സംബന്ധിച്ച് നീണോമ്പറോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത് ثم بين ذلك ഇന്നത് നല്ലതും ഇന്നത് പടക്കും ഇന്നത് പ്രതിഫലമുള്ള കാര്യങ്ങൾ ഇന്നത് തെറ്റായ കാര്യങ്ങൾ എന്നെല്ലാം അല്ലാഹു തആല കണക്കാക്കി വെച്ച അത് മനുഷ്യന്മാർക്ക് അല്ലാഹു വ്യക്തമാക്കി കൊടുക്കണം. കള്ളുപിടികൾ ഹറാമുണ്ട്, എല്ലാവർക്കും ഒത്തുണ്ട്. നിസ്കരിച്ചാൽ കൂലി കിട്ടും, എല്ലാവർക്കും ഒത്തുണ്ട്. നല്ല ഫലങ്ങൾ ചൊന്നെങ്കിൽ പ്രതിഫലമുണ്ടെങ്കിൽ അതിന് കൂലി കിട്ടും. അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ ഏത്, തെറ്റായ കാര്യങ്ങൾ ഏത് അല്ലാഹു തആല ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കണം. ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കതബല്ലാഹു ലഹു ഇൻദഹു ഹസനത്തുൻ കാമില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മനുഷ്യൻ നല്ലത് ചെയ്യണമെന്ന് കരുതിയ അവനെ നിയ്യത്താക്കി വെച്ച
അവന് വേർച്ച വെച്ച് തിന്ന. എന്നാൽ വേർച്ചെങ്കിൽ തന്നെ അല്ലാഹു തആല അത് ചെയ്ത പൂർണ്ണമായും ചെയ്തതിന് പ്രതിഫലം അല്ലാഹു തആല അവനക്ക് കണക്കാക്കി വെക്കണം. അപ്പൊ നല്ലത് ഒന്ന് ചെയ്യണമെന്ന് നിയത്താക്കി തന്നെ അല്ലാഹു തആല അവനക്ക് കണക്കാക്കി വെക്കണം. അപ്പൊ പരിശുദ്ധ റമദാനില് നമുക്ക് എല്ലാ നാളും തറാവീഹ് നിസ്കരിക്കണമെന്ന് ഒരു മനുഷ്യൻ ദൃഢാക്കി വെച്ചിട്ടില്ല. ഒരു നാൾ കൂടുതൽ തറാവീഹ് ഏതെങ്കിലും ഒരു നാളാണെങ്കിൽ എന്ത് കായികത്തിൽ ഒരു കാരണം തറാവീഹ് നിസ്കരിച്ചതിന്റെ കൂലി അല്ലാഹു കണക്കാക്കണം. ഇത്തരം സത്ബോധനോട് നിയത്താക്കി വെച്ചിരുന്ന എന്തെങ്കിലും ഒരു കാരണത്താൽ അവനത് ചെയ്യുകയില്ല. ചെയ്തതിന്റെ കൂലി അല്ലാഹു കണക്കാക്കണം. ഒരു അത് ചെയ്ത ഒന്നിന് പ്രതിഫലം. ഇന്ന് മറ്റു ഹദീസുകളിൽ കാണാം, ഒരു മനുഷ്യൻ ഒന്ന് ചെയ്യാൻ വിചാരിച്ചിരുന്ന കരുതിയിരുന്ന, പക്ഷേ എന്തോ ഒരു കാരണത്താൽ അവനത് ചെയ്യുകയില്ല. എന്നാ ചെയ്തതിന് കൂലി. ഇനി ചെയ്തെങ്കിലോ എന്നാൽ ഒന്നത് 10. അത് എല്ലാ റമദാൻ അല്ലാത്ത റമദാനിലോ ഒന്നത് എലൂർ മാത്രം സ്റ്റോപ്പ് ആവില്ല. അത്രേ കാലേ ഓരോരുത്തർ ഇഖ്ലാസ് എത്രയുണ്ടോ അല്ലാഹുമായി അവരുടെ മഹബത്ത് എത്രയുണ്ടോ അതനുസരിച്ച് അല്ലാഹു തആല അവർക്ക് പ്രതിഫലത്തെ കണക്കാക്കണം. അപ്പോ നല്ല നിയ്യത്ത് ഇപ്പമേ ഞങ്ങൾ റെഡിയാക്കി വെക്കണം. എന്നാൽ റമദാനിൽ നമുക്ക് ചെയ്തിട്ട് ചെയ്യുകയുള്ള മനസ്സിനെന്താ എന്തെങ്കിലും ഒരു കാരണത്താൽ അത് ചെയ്യുക. ചെയ്തെങ്കിൽ അത് അല്ലാഹു തആല റമദാനിലാകുമ്പോ ഒന്നുകൂടി എലൂടെ പോലെ അതിനേക്കാളേറെ 700 അത് നിൽക്കില്ല. ഓരോരുത്തർ ഇഖ്ലാസ് അല്ലാഹുമായുള്ള ഇഷ്ടം എത്രയാണോ അതനുസരിച്ച് ആ ഇബാദത്തിന്റെ റേറ്റ്, ആ ഇബാദത്തിന്റെ പ്രതിഫലം അല്ലാഹു തആല കൂടുതലായി കണക്കാക്കുന്നത്. അപ്പോൾ പ്രഥമമായ റമദാനെ നാം സ്വീകരിക്കുക ചെയ്യേണ്ടത് 3 കാര്യങ്ങൾ നാം തുടക്കത്തിൽ ചൊന്ന നല്ല നിയ്യത്ത് ഇപ്പമേ നമ്മൾ റെഡിയാക്കി വെക്കണം. ഈ റമദാനിൽ ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം. ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി നമ്മൾ ചെയ്യുകയാവില്ല. എങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്തായിരുന്ന നിയ്യത്ത് നിങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നല്ലത് പ്രവർത്തിക്കുക അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇനി 4ാമത്തെ റമദാനുള്ള സിദ്ധത അത്തൗബത്തു സാദിഖ, നല്ല തൗബ. തൗബ ചെയ്യേണ്ടത് റമദാനിൽ തൗബ വേണം. തൗബ എപ്പോഴും തൗബ റമദാനിലോട്ട് മാത്രമുള്ളതല്ല. റമദാൻ അല്ലാത്തതും തൗബയുണ്ട്. തൗബ എന്നുള്ളത് ഒരു മനുഷ്യൻ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ഉടനെ തൗബ ചെയ്യാൻ നിർബന്ധം. അത് റമദാനത്തോടെ കാക്കുകയില്ല. റമദാനിലാകുമ്പോൾ കൂടുതൽ ചെയ്യണം. എല്ലാ നാളും തൗബ ചെയ്തുകൊണ്ട് വേണം. തൗബ ചെയ്യുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവനായിട്ടില്ല. അപ്പൊ റമദാന് ഒരുക്കമായി ആ റമദാനെ സ്വീകരിക്കുന്നു. റമദാനിൽ കൂടുതൽ ഇബാദത്ത് ചെയ്യുവാൻ മനസ്സുണ്ടാവണമെങ്കിൽ ഞങ്ങളെ തൗബ ചെയ്ത് ഞങ്ങളെ ഹൃദയത്തെ ശുദ്ധിയാക്കി വെച്ചോളണം. തൗബ എന്നുള്ളത് ഞങ്ങാക്കിയ തർക്കിൽ ഖേദിച്ച് മടങ്ങലായിട്ടിരിക്കരുത്. ഇന്നാലെന്ന ദോഷങ്ങളിൽ നിന്ന് ഉണ്ടായിപ്പോയത് എന്നാ ദോഷത്തിനാണ് പോണ്ടില്ല. ഞാൻ അല്ലാഹുവിനെ കൊല്ല മടങ്ങറ, അല്ലാഹുവിനെ കൊണ്ട് ഖേദിച്ച് മടങ്ങറ, ചെയ്ത ദോഷത്തിൽ ഖേദിക്കണേ, ആ ദോഷത്തിൽ നിന്ന് മാറി നിൽക്കണേ. എനിക്കൊരു അത് ചെയ്യില്ല എന്റെ മനസ്സുകൊണ്ട് കരുതലേ. ഇതായിട്ട് തൗബ. അപ്പൊ ഈ തൗബ ചൊല്ലുന്നത് അത് റമദാനിൽ മാത്രം ഉള്ളതല്ല. റമദാനിൽ അത് കൂടുതൽ ചെയ്യണമെന്നുള്ളത്. അപ്പൊ റമദാനിൽ മുന്നോട്ട് തന്നെ നമ്മൾ തൗബ ചെയ്യുന്നുണ്ടാവുക. എന്തുകത് റമദാനിന് മുന്നേ തൗബ ചെയ്ത് നന്നാവണം ചെന്നിട്ടുണ്ടെങ്കിൽ റമദാനിൽ നമുക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെ, മഹാന്മാർ പരിപാടിയാണ്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ടീം എന്നത് എന്തിനെ ലാ നസ്തതിഉ ഖിയാമൽ ലൈൽ, ജാമനെ നീച്ചിട്ട് നിസ്കരിക്കാൻ ആവില്ല, സാധിക്കില്ല. ഹസൻ റളിയല്ലാഹു അൻഹു ചന്ത് കയ്യദത്ക ഖതായാകും, നിങ്ങളെ ദോഷങ്ങളെ നിങ്ങളെ പിടിച്ചു വെച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദോഷം കാരണം ഫുലൈൽ റളിയല്ലാഹു അൻഹു ചൊല്ല് എനിക്ക് ജാമന നിസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും എനിക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഫഅലം അന്നക മഹ്ബൂസുൻ ഖദ് ഖയ്യദത്ക ദുനൂബ്, നീ മനസ്സിലാക്കി നിന്റെ ദോഷങ്ങളായിട്ട് നിന്നെ കെട്ടിയിട്ട് വെച്ചത്. അപ്പൊ ദോഷങ്ങൾ തന്നെ ചെയ്യുന്നത്
ചെയ്തിട്ട് ഇബാദത്ത് മനസ്സ് പറഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യുക. അപ്പൊ റമദാനിൽ കൂടുതൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ദോഷങ്ങളിൽ നിന്ന് ശുദ്ധിയാവണം, ചെയ്ത ദോഷങ്ങളിൽ നിന്ന് ഖേദിച്ച് മടങ്ങണം. അപ്പൊ റമദാനിൽ അഞ്ചാമതായിട്ടുള്ള സിദ്ധത ആ റമദാന്റെ പൂർണ്ണമായും ആ റമദാനിൽ നിന്ന് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ. അപ്പൊ റമദാനിൽ തൗബ ചെയ്യില്ലേ, അത് തുടക്കത്തിലേനാക്കുന്നത്. ഈ റമദാനിലുള്ള തൗബ അത് വേണം. അത് റമദാൻ മാത്രമല്ല, റമദാനിൽ ബാക്കി നാളിൽ ചെയ്തത് റമദാനിൽ കൂടുതൽ ചെയ്യണം. അപ്പൊ തൗബ എന്നുള്ളത് റമദാൻ അല്ലാത്തപ്പോൾ എല്ലാ സമയത്തും ഉള്ളതായിട്ട് തൗബത്തെ കാത്തു നിൽക്കുമെന്നൊന്നുമില്ല. എപ്പ ദോഷം ചെയ്താൽ അപ്പോൾ തൗബ ചെയ്ത് മടക്കണം, അതൊക്കെ കാക്കുകയൊന്നുമില്ല, അത് റമദാനോളം നീട്ടി വെക്കുകയുമില്ല. അങ്ങനെയല്ല തൗബ എന്നുള്ളത് നിസ്കരിച്ച് സലാമിന്റെ അള്ളാഹുടെ പൊറുക്കൽ കേൾക്കരുത്. എന്ത് ഇതിലെ ഹക്ക് പോലെ പടച്ചോനെ കിട്ടിയതാണ് മാഫ് കേൾക്കണേ. കാരണം ചെയ്യുവാനെ കൊണ്ട് സാധ്യമല്ല. ഞങ്ങളെ കൊണ്ടൊന്നും അള്ളാഹു ചെയ്ത ഇബാദത്തുകൾ അതിലെ ഹക്ക് പോലെ ചെയ്യുമ്പോൾ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഞങ്ങൾക്ക് എത്ര നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും ഇത് പൂർണ്ണമായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ എല്ലാ നിലക്കും അല്ലാഹു തആല ഇഷ്ടപ്പെട്ടതുപോലെ ആയിട്ടില്ല എന്ന ചിന്ത ഞങ്ങളെ മനസ്സിൽ കാണും. അതുകൊണ്ടിട്ട് മടങ്ങുക എന്നുള്ളത് അത് ഞങ്ങൾക്ക് എല്ലാ നേരത്തും വേണ്ടത്. പ്രത്യേകിച്ച് റമദാൻ മുട്ടായി പറയുമ്പോൾ ഞങ്ങൾ ഖേദിച്ച് തൗബ ചെയ്ത് നന്നായി റെഡിയായി നിൽക്കുക. ഇനി ആറാമതായി ചൊല്ലേണ്ടത് അത്തഖല്ലുലു മഅരിഫത്തു ശറഫു സമാ. റമദാന്റെ ബഹുമാനത്തിനെ അറിയാം. ഏതൊരു ഇബാദത്ത് ചെയ്യുന്നെങ്കിലും ആ ഇബാദത്തുമായി ബന്ധപ്പെട്ടതിന്റെ മഹത്വത്തിനെ അറിയാം. അല്ലെ, മഹത്വത്തെ അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ഇബാദത്ത് ചെയ്യാൻ സാധിക്കൂ. അപ്പൊ ഹജ്ജെ സംബന്ധിച്ചുള്ള മഹത്വത്തിനെ അറിഞ്ഞോളൂ, നിസ്കാരത്തെ മഹത്വത്തിനെ അറിയാം, റമദാന്റെ മഹത്വവും ബഹുമാനത്തിനെ അറിയാം. അതുകൊണ്ട് അതിനുള്ള കടത്തത്തിൽ തന്നെ നോമ്പുടെ മഹത്വം നാം. അതേസമയത്ത് റമദാന്റെ മഹത്വത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിട്ട് റമദാൻ കണ്ടത് മുതൽ തന്നെ ശഅബാനിൽ തന്നെ സ്വഹാബാക്കൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തങ്ങളെ പ്രിപ്പയർ ആവുക വേനായി ശഅബാന്റെ അവസാനത്തിൽ നബി തങ്ങൾ ചൊന്നു കൊടുത്ത ഉപദേശം വയറുന്നത് അതിൽ ചെണ്ട് മഹത്വമുള്ള തിങ്ങളിലേക്ക് വന്നത്. ഇതിന് ഇബാദത്തിൽ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന തിങ്കളായിരിക്കുന്നത്. ഒരു ഫർദ് എല്ലോ ഫർദിലെ കൂലി ഒരു സുന്നത്തില് ബാക്കി നാല് ചെയ്ത സുന്നത്തിലേക്ക് ബാക്കി നാല് നിങ്ങൾ ഫർദും സുന്നത്തും ഡിഫറൻസ് ഉണ്ട്. ഒരു സുന്നത്തിന് കിട്ടുന്നത് ഒരു ഫർദ് സുന്നത്തിരട്ടി എല്ലോ ഇരട്ടി ജാസ്തി ആയിട്ട്. ഇത് റമദാൻ അല്ലാത്തപ്പോ സുന്നത്ത് നിസ്കാരം ഒരു ഫർദ് നിസ്കാരം നോക്കുമ്പോ ഫർദ് നിസ്കാരത്തിലായിട്ട് കൂടുതൽ ശ്രേഷ്ഠമാണ്. സുന്നത്തിനേക്കാൾ എല്ലോ ഇരട്ടി ജാസ്തി. പരിശുദ്ധ റമദാൻ ഒരാൾ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദിന്റെ പ്രതിഫലം, ഒരു ഫർദ് ചെയ്താൽ ഫർദിന്റെ പ്രതിഫലം നിൽക്കില്ല. ഓരോരുത്തരുടെ നിയത്തനുസരിച്ച് കൂടുതൽ ഇങ്ങനെ ഒരുപാട് ഇബാദത്തുകളെ പ്രതിഫലങ്ങൾ അല്ലാഹു അഫറായി വെച്ച തിങ്കള്. ആ തിങ്കളിൽ ഒരു ലൈലത്തുൽ ഖദറിന്റെ അതിൽ 1000 തിങ്കൾ ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലം അല്ലെ 1000 തിങ്കളിന്റെ 84 വർഷത്തോളം പണ്ട് അത്രക്കും ഇബാദത്ത് ചെയ്തവരുടെ ഇബാദത്ത് ചെയ്തതിനെ കരസ്ഥമാക്കുള്ള ഒരു നാളല്ലാഹു തആല ലൈലത്തുൽ ഖദർ വെച്ച് തന്നതാണ്. നിങ്ങൾ റമദാൻ ഇബാദത്തിനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്ക് ചൊന്ന കാര്യം അതിൽ രണ്ട് 4 കാര്യം നിങ്ങൾ ജാസ്തിയാക്കൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനൻ നാർ. ഈ 4 കാര്യങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനൻ നാർ. ഫസ്റ്റത് ഷഹാദത്ത് കലിമ അല്ലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുവിന്റെ മൂന്ന് അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന. നിന്റെ തൃപ്തിയും നിന്റെ സ്വർഗ്ഗത്തിനും ഞാൻ കേൾക്കട്ടെ.
വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് ഞാൻ എന്നോട് കാവൽ കേൾക്കണേ. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ റമദാനിൽ കൂടുതൽ സാധാരണ നിസ്കാരത്തിൽ ദ്വാരത്തെ പള്ളിയിൽ വെച്ച് എല്ലാവരും ചൊല്ലേണ്ടത് അത് അവിടെ സീമിതമുള്ളതല്ല, അപ്പൊ പ്രത്യേകമായിട്ടുള്ളതുമല്ല. അത് റമദാനിൽ വർദ്ധിപ്പിക്കേണ്ട ഒന്നായിട്ടുണ്ട്. നമുക്കല്ലാത്ത കാര്യങ്ങളും അത് ചൊന്നോട്ടിക്കാം. അത് റമദാൻ കൂടുതലായി ചൊല്ലുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രേരിപ്പിച്ച ഒന്നായിട്ടാണ്. അപ്പൊ ഞാൻ ചൊല്ലുന്നത് ഈ റമദാന്റെ സിദ്ധത്തിൽ റമദാന്റെ മഹത്വം ബഹുമാനവും എന്ന് അറിയണം. ആ സമയത്തെ വില അറിയണം. ആ സമയത്തെ മഹത്വത്തിന് അറിയണം. അതറിഞ്ഞാൽ കഴിഞ്ഞെങ്കിൽ ആ റമദാൻ ഒരു നിമിഷം പോലും പെടത്താത്തതുപോലെ നിങ്ങൾക്ക് സൂക്ഷിക്കുക. അതുകൊണ്ടായിരിക്കും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ഒരു നിമിഷം പോലും അങ്ങനെ ആയാത്തിൽ നിന്ന് വേസ്റ്റാക്കില്ല. എന്തേ? സമയത്തെ വില ഞങ്ങൾക്ക് സമയത്തെ വില ഞങ്ങൾ അറിഞ്ഞില്ല, മനസ്സിലാക്കില്ല. അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഈ കണക്കിലെടുക്കാൻ വേണ്ടാത്തതിൽ ചെലവാക്കി ഞങ്ങളുടെ ആയുസിന് അതാ ആയുസ് ഇങ്ങനെ കലകിപ്പോയിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനയായി തീർക്കാമേ. അല്ലാഹു പരിശുദ്ധ റമദാൻ പൂർണ്ണമായി സ്വീകരിക്കുക. പിന്നെ റമദാനുകളുടെ പ്രസിദ്ധത ആഹാരം കുറക്കുക എന്നുള്ളത് അല്ലെ. ഞാൻ തുടക്കത്തിൽ തന്നെ ഓതി വെച്ച ശൈത്താൻ എന്നുള്ളത് ഒരു മനുഷ്യരുടെ അത് ചോര നടക്കുന്ന ജാഗകളിലൊക്കെ ശൈത്താൻ സഞ്ചരിക്കുക. അപ്പൊ നോമ്പ് പിടിച്ചിട്ടും പഴിച്ചിട്ടും ആ ഇബ്ലീസിന്റെ സഞ്ചാരത്തെ കുടുസാക്കി വെക്കുന്നുണ്ട്. നിങ്ങളെ ശരീരത്തിൽ വസ്വാസാക്കുക അവസരത്തെ നിങ്ങൾ വെച്ചു കൊടുക്കണ്ട. അപ്പൊ പഴിച്ചെങ്കിൽ ആ സമയത്ത് ഇബ്ലീസിന്റെ വസ്വാസം വലിയത് നടക്കില്ല. അപ്പൊ ആഹാരത്തെ കുറക്കുക, കൂടുതലായി വയറ് നിറക്കാണ്ടിരിക്കുക. അപ്പൊ അത് ഈ വാദത്തെ കൂടുതൽ ചെയ്യുമ്പോൾ സാധ്യതക്ക് ഉന്മേഷം. പിന്നെ റമദാന് സ്വീകരിക്കേണ്ട പിന്നത്തെ കാര്യം എട്ടാമതായി ഉള്ളത് റമദാന്റെ ഫിഖ്ഹിന്റെ മസലകളെ നാം അറിഞ്ഞു വെക്കണം. റമദാന്റെ നോമ്പിന്റെ മസലകളെ നാം അറിഞ്ഞു വെക്കണം. റമദാൻ അല്ലെ, നോമ്പ് റമദാൻ ആണെങ്കിലും റമദാൻ അല്ലാത്താണെങ്കിലും അതിലെ ഫർദും സുന്നത്തുകളും ആദാബുകളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ, ചെറിയൊരു വ്യത്യാസം മാത്രമേ. ഇപ്പോ നോമ്പുടേതായ മസലകളെ അറിയണം. ഇതായിട്ട് ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാന ഭാഗം. അതൊക്കെ മുന്നൊരുക്കമായി സംബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞങ്ങൾ ചൊന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം റമദാന്റെ ആ നോമ്പ്, ആ നോമ്പിന്റെ ഫർദും സുന്നത്തും അതുപോലെ നോമ്പ് ബാത്തിലവിടെ കാര്യം, ഇത്തരം കാര്യങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നതായിട്ട് ഈ ക്ലാസ് പ്രധാനപ്പെട്ട ഭാഗം. ഇൻഷാ അല്ലാഹ് ആ ഭാഗത്ത് കടക്കാം. നോമ്പുടേതായ ഫർദ്, 2 ഫർദ് മാത്രമേ നോമ്പുള്ളൂ. ഒന്ന് നിയ്യത്ത്, 2 പോൽമനയിനി നോമ്പുമുറിയുടെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഈ 2 ഫർദ്. അപ്പോ ഒന്നാമതായി നമ്മൾ ചൊന്നത് നിയ്യത്തിനെ സംബന്ധിച്ച്. റമദാന്റെ നോമ്പ് ഞങ്ങൾ നിയ്യത്ത് ഫർദ് നോമ്പ് സുബൈ ബാങ്ക് എന്നുള്ള നിയ്യത്ത് വെക്കണം. മുന്നത്തെ മഗ്‌രിബിനെ പിടിച്ചിട്ട് പിറ്റേന്ന് സുബൈ ബാങ്കാവുടെ ഇടയിലായി ജാവായിട്ട് നിയ്യത്ത് വെക്കാൻ അല്ലെ. റമദാന്റെ ഫർദായ 4 നോമ്പിനെ ഞാൻ പിടിക്കലായിരുന്നു മനസ്സ് കൊണ്ട് കരുതി, ബായി കൊണ്ട് ചൊല്ലലൊന്നും അത് ഫർദല്ല, അത് സുന്നത്തായിരിക്കണം. പ്രത്യേക ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ കരുതണം. കരുതിയിട്ട് പിന്നെ വായി കൊണ്ട് ചൊല്ലണം. അത് നോമ്പ് ഇത് നിസ്കാരത്താണെങ്കിലും ഹജ്ജത്താണെങ്കിലും ഏത് ഇബാദത്തിലും നിയ്യത്തും മനസ്സ് കൊണ്ട് കരുതുക. അവൻ എന്തിനു ചെയ്തേ എന്നത് അവന്റെ മനസ്സ് കൊണ്ട് കരുതലായി. ഞാൻ ഉടുത്ത് നിസ്കരിക്കുവാനായി ഞാൻ ഉടുത്തു, ഞാൻ ഹജ്ജ് ചെയ്തു, ഞാൻ ഉംറ ചെയ്തു, ഞാൻ ഫർദായ നിസ്കാരം ഞാൻ നിസ്കരിക്കും. അപ്പൊ റമദാന്റെ നോമ്പ്, ആ നോമ്പിന്റെ നിയ്യത്തിൽ അത് ജാവാവുക എന്നുള്ളത് ദൃശ്യത്തായിട്ട് ഇന്ന നോമ്പിട്ടും വ്യക്തമാക്കണം. അപ്പൊ റമദാന്റെ ഫർദായ നോമ്പ്, കാലത്തെ റമദാന്റെ ഫർദായ നോമ്പിനെ അല്ലാഹുവിന് വേണ്ടി ഞാൻ പിടിക്കുക എന്ന് മനസ്സ് കൊണ്ട് കരുതണം. അപ്പൊ 4 നോമ്പ്. അപ്പൊ ഇതൊക്കെ എന്താക്കുന്നത്, സാധാരണ ആണുങ്ങളൊക്കെ പള്ളിക്ക് വന്നെങ്കിൽ തറാവീഹ് കഴിഞ്ഞ് വിത്ർ കഴിഞ്ഞ് ഇമാമോ നിയ്യത്ത് ചൊല്ലും. അപ്പൊ എല്ലാവരും കുടിച്ചുണ്ടാകും. അത് ചൊല്ലുമ്പോ വെറും വായിൽ എന്തെങ്കിലും മെയ്യാവില്ല. അത് മുന്നൂറ് കരുതിയിട്ട് അത് വായി ചൊല്ലണം. അത് ഓർമ്മപ്പെടുത്തലായിട്ട്. അപ്പൊ ആ ചൊല്ലലോട് കൂടെ ഞങ്ങളുടെ മനസ്സിൽ അതും വേണം.
മനസ്സിൽ വെറും വായി കാണിച്ചൊന്നും പോയെങ്കിലും മെയ്യാവില്ല. അപ്പൊ പെണ്ണുങ്ങളാകുമ്പോൾ എന്താക്കുന്നുണ്ടെങ്കിൽ അങ്ങ് നീയത്ത് വെക്കുക, ഫിക്സ് ടൈം കണ്ടെത്തണം. ഒന്ന് ഈശാനുസരിച്ചിട്ടോ അല്ലെങ്കിൽ നോമ്പ് തുറന്ന ഉടനെ, അല്ലെ ഇന്നത്തെ നോമ്പ് തുറന്നിട്ട് നാളത്തെ നോമ്പ് ഇന്റെ നീയത്ത് നല്ലതാണ്. അല്ലെ ഈശാനുസരിച്ച ഉടനെ ചിലപ്പോൾ അത് മറന്നുകൊണ്ട് ഇത് വേണ്ടി ചൊല്ലുക ഫർദ് നോമ്പ് നീയത്ത് ജാവുക. അപ്പൊ ജാവുക തങ്ങൾ ഫിക്സ് ടൈം അല്ലെ, എല്ലാ നാളും റമദാന്റെ ഓരോ നാളും അതങ്ങ് നീയത്ത് വെച്ച്. അപ്പൊ ഫസ്റ്റ് റമദാൻ 1-2 ഫസ്റ്റ് ജാവുക ഈ വർഷത്തെ റമദാന്റെ എല്ലാ നോമ്പും പിടിക്കാൻ എക്സ്ട്രാ നീയത്ത് അവിടെ ഓരോ നാളും വേറെ വേറെ നീയത്ത് വേണം. ഈ റമദാന്റെ എല്ലാ നോമ്പിനാണ് പിടിക്കാൻ ഫസ്റ്റ് ഒരു നീയത്ത്. ആ നീയത്ത് ഞങ്ങളുടെ ശാഫി മതപ്രകാരം മെയ്യാവില്ല, പക്ഷേ മാലികി മതപ്രകാരം അത് മെയ്യാവും. അപ്പൊ ഏതെങ്കിലും ഒരു നാൾ നമുക്ക് നീയത്ത് മറന്നു പോയിട്ടെങ്കിൽ അണ്ടത്തെ നോമ്പ് ഞങ്ങൾക്ക് വെറുതെ എന്തും അവിടെ വേണ്ട. നീയത്ത് മറന്നെങ്കിൽ ചോറും കുടിക്കുകയൊന്നും ആവില്ല. നോമ്പുകാരനെ പോലെ നിൽക്കണം. റമദാൻ കഴിഞ്ഞിട്ട് ഈ നോമ്പിടാൻ കള്ളാവ് പോയിട്ടാണ്. അപ്പൊ വെറുതെ പൈച്ച് നിൽക്കണം, കള്ളാവ് തല കൂലി തരും. പക്ഷെ ഒന്ന് ദോശക്ക് പോകണമെങ്കിൽ ആഗ്രഹത്തിൽ ചിലപ്പോൾ ശിക്ഷ ഒന്നും കിട്ടല. എന്തെങ്കിലും മറന്നത് കൊണ്ടായിട്ട് നീയത്ത് മറന്നത് കൊണ്ട്. അതേസമയം ഞാൻ നീയത്ത് വെച്ചിട്ടില്ല ചോറുണ്ടോ ചായ കുടിക്കുന്നതും ആവില്ല. അപ്പൊ ഓൻ നോമ്പുകാരനെ പോലെമേ നോമ്പ് പിടിച്ചവരെ പോലെമേ നിൽക്കണം. അതുകൊണ്ട് നിർബന്ധമായിരിക്കണം. റമദാൻ കഴിഞ്ഞിട്ട് ഈ നോമ്പിടാൻ കൂട്ടണം. അപ്പൊ ഞങ്ങളുടെ ഷാഫി മതപ്രകാരം അങ്ങനെയായിരുന്നു. അപ്പൊ ആ മാലികി മതപ്രകാരം മാലിക് റളിയല്ലാഹു ഫസ്റ്റ് നോമ്പ് 2 എല്ലാത്തും കൂടി അവന് കരുതി മെയ്യാണെന്നുള്ള അഭിപ്രായം. അപ്പൊ ഏതെങ്കിലും ഒരു നാള് ഞങ്ങൾ ഫസ്റ്റ് ഒരു നീയത്ത് വെച്ച് വെക്കുക. അതോടെ സേഫ്ലിക്ക് ഈ വർഷത്തെ റമദാൻ എല്ലാം പിടിക്കാൻ ഒരു നീയത്ത് വെച്ച് വെക്കുക. ഇനി ഏതെങ്കിലും ഒരു നാള് നമ്മളെ നോമ്പുടെ നീയത്ത് നമുക്ക് മറന്നു പോയിട്ട് വെക്കാം. എന്നാൽ ഇന്നത്തെ നാൾ ഞാൻ മാലികി മതപ്രകാരം നോമ്പാക്കാൻ അണ്ട് ഞങ്ങൾ ആ നോമ്പുടെ വിഷയത്തിൽ ഞങ്ങൾ മാലികി മതം കൺവേർട്ട് ആവും. അപ്പൊ ഇങ്ങനെ ചെയ്യാം. അപ്പൊ ആരെങ്കിലും ഇത് നോമ്പുടെ നീയത്ത് മറന്ന് എന്തെങ്കിലും മുട്ടമുള്ള നിങ്ങളെ ഉസ്താദുമാരോ ആലിമീങ്ങളൊക്കെ അങ്ങനെ കേട്ടിട്ട് അതൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുക എന്നത് നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നബി മതപ്രകാരത്തിലുള്ള വ്യവസ്ഥ. അപ്പൊ നാം ക്ലാസ്സിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത്ര പ്രാക്ടിക്കലായിട്ട് അത് തിരിയോണ്ടില്ല, ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എന്താക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മഹലുള്ള ഖതീബ് ഉസ്താദോ അതല്ലെങ്കിൽ ആലിമീങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആലിമീങ്ങളോ ഉറപ്പാണെങ്കിലോ അതൊക്കെ ഒരു പരിഹാരം ഉണ്ട്. ഞാൻ എങ്ങനെയാക്കണം, ഏത് വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെ അതിനെ സംബന്ധിച്ച് ഇങ്ങനെ ആയിരുന്നു ഇത് കേന്ദ്ര വ്യവസ്ഥ എന്ന് കേട്ട് മനസ്സിലാക്കി വെക്കുക. അത് ആ സമയത്ത് ചെയ്തോളൂ. ഞാനിപ്പോ ചൊല്ലുക മാത്രം പരിശുദ്ധമായ റമദാന്റെ ഒന്നാമത്തെ നോമ്പുടെ റമദാന്റെ ഏത് നോമ്പാണെങ്കിലും ആ നോമ്പുള്ള ഒന്നാമത്തെ ഫർദ് നിയ്യത്ത് ഫർദ് നോമ്പാകുമ്പോൾ ജാവുന്ന നിയ്യത്താവണം. സുന്നത്ത് നോമ്പ് നമുക്ക് പോലുമേനെങ്കിലും നീയത്ത് വെച്ചിട്ട് എന്തും തിന്നിട്ടില്ല, നോമ്പ് പാത്തിൽ അവിടെ ഇങ്ങനത്തെ കാര്യമൊന്നും ചെയ്തിട്ടില്ല സുബൈൽ പിന്നെ എങ്കിൽ അവന് ഒരു 7 ഗಂಟೆ 8 ಗಂಟೆ ആകുമ്പോ അണ്ടത്തെ 4 സുന്നത്ത് നോമ്പാക്കുക. പക്ഷെ അവിടെ നല്ലത് ജാവേ നീയത്ത് വെക്കും. കാരണം ഈ 8 ഗಂಟೆಗೆ 9 ಗಂಟೆ നീയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നീയത്ത് വെച്ച പിന്നെ മാത്രമായിട്ട് അവൻ. അപ്പൊ അതുകൊണ്ടിട്ട് ജാവ് തന്നെ നീയത്ത് വെക്കുക ഏത് നോമ്പാണ്. അപ്പൊ ഒന്നാമത്തത്. രണ്ടാമത്തെ ഫർദ് നോമ്പ് മുറിയുടെ കാര്യങ്ങളൊന്നും റമദാനിൽ ചെയ്യാണ്ടിരിക്കുക. അല്ലെ പോലെ ഇനി ചെയ്യാം, റമദാനിലല്ല പോലെ ഇനി ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതായിരിക്കുക. ഇനി നോമ്പ് മുറിയുടെ കാര്യങ്ങൾ ഏതാണ് ഇൻഷാ അല്ലാഹ് അത് നാം ലാസ്റ്റ് ചൊല്ലാം. രണ്ടാമതായി നോമ്പുടെ സുന്നത്തിനെ സംബന്ധിച്ചായിരിക്കും ചൊല്ലുന്നത്. നോമ്പ് ചൊന്ന സുന്നത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് അത്തറുണ്ണുക എന്നുള്ള സുന്നത്തായിരിക്കും. ആ അത്തറത്തെ ആദ്യജാവിൽ പിന്നെ അത്തറുന്ന സമയത്തും കണ്ടെങ്കിലും സുബൈ ബാങ്കും പൊരിയനായിട്ട് ആ അത്തലത്തെ ഉണ്ണുക. അത്തറുണ്ണുക എന്നുള്ളത് ചോറേ ഒന്നുമില്ല, അതൊരു ഈത്തഫലത്തിന്റെ കണ്ടെങ്കിലും തണ്ണി കുടിച്ചും കണ്ടെങ്കിലും എന്തെങ്കിലും ചെറിയൊരു ഫുഡ് തിന്നെങ്കിലോ അത് മെയ്യണം. അപ്പൊ അത്തറുണ്ണുക എന്നത് സുന്നത്തായിരിക്കും, നോമ്പുടെ സുന്നത്ത്. അപ്പൊ അതെന്താക്കണം, ഞാൻ ഈ നോമ്പുടെ അത്തറുണ്ണുക എന്ന സുന്നത്ത് നിർവഹിക്കണേ. അല്ലെ ഞങ്ങളെല്ലാവരും അത്തറുണ്ണും ഇത് നോമ്പുടെ സുന്നത്ത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി എന്ന നീയത്താക്കിയിട്ട് അത്തറുണ്ണ എല്ലാ വിഭാഗത്തിലും നീയത്ത്. അപ്പോ അത്തറുണ്ണ എന്നുള്ളത് സുന്നത്ത് അത് ഞങ്ങൾ മനസ്സിലാക്കി നാം നമ്മുടെ സുന്നത്ത് നിർവഹിച്ചോണ്ടില്ലേ എന്ന് മനസ്സിൽ കരുതി
അത് ഒരുപാട് തിന്നുന്നുണ്ട് എന്നൊന്നുമില്ല. തെല്ല് തിന്നേണ്ടെങ്കിലും വയ്യാവൂ. അത്തർ എന്നുള്ളത് ബറക്കത്തുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടാമത് ഈ ഫർളായ കുളി ഉണ്ടെങ്കിൽ അത് ഈ സുബഹി ബാങ്ക് മുന്നൽ തന്നെ കുളിക്കുക എന്നുള്ളത് സുന്നത്താണ്. പുറത്തത് കുളി ഫർളായ എന്താ ബാങ്കാവുന്നത് കൂടി നോമ്പ് സ്റ്റാർട്ടാണ്, നോമ്പുടെ സമയം. എന്നാ ആ ബാങ്ക് മുന്നൽ തന്നെ കുളിച്ചിട്ട് എന്താ അപ്പൊ എന്താ ഉണ്ടെങ്കിൽ നോമ്പുടെ ഫസ്റ്റ് മുതലേ ഓട് ശുദ്ധിയുള്ളവനാവും. അല്ല, ഇല്ലെങ്കിൽ ഓന്റെ നോമ്പുടെ ഫസ്റ്റ് ശുദ്ധി ഇല്ലാത്ത ബാങ്കാണ്, കുലി നിർബന്ധമായ ബാങ്ക്. അപ്പൊ ഇപ്പൊ ഹൈദിൽ നിന്ന് ശുദ്ധിയായവർക്ക് അതല്ലെങ്കിൽ ഫർളായ ജനാബത്ത് കുളി ഫർളായ അപ്പൊ അത്ര ആളുമാർ എന്താക്കണമെന്നെങ്കിൽ ഈ സുബൈക്ക് മുന്നൽ തന്നെ കുളിക്കണം. അതാണ്. ഇനി ചിലപ്പോ എന്തെങ്കിലും ആയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ ചില 10 ദിവസം ലേറ്റായിക്കൊണ്ട് കുളി പതിവായിരിക്കും. ആ ബാങ്കായി പിന്നെ കുളിച്ചിട്ട് നോമ്പിടിക്കാം. ഞാൻ കുളിച്ചിട്ടില്ലെന്ന് ചെന്നിട്ട് നാഷ്ടാക്കുമ്പോ ചോറുണ്ടോ നോമ്പ് പിടിക്കാണ്ടിരിക്കുമ്പോ നിക്കണ്ട, നോമ്പ് സഹിയാവ്. പിന്നെ അത്താല സമയത്ത് സുഗന്ധദ്രവ്യം സെന്റ് അങ്ങനെ തടിക്കത്തിൽ സെന്റെല്ലാം തോന്നിയാൽ അത്താല സമയം. പിന്നെ പോൽ പറയുന്നതൊന്നും ചെയ്യാണ്ടിരിക്കുക. സെന്റിട്ട് സുറുമയിട്ട് നോമ്പൊന്നും ബാധ്യതാവില്ല, ചെയ്യാണ്ടിരിക്കലായിട്ടിരിക്കട്ടെ നല്ലത്. എല്ലാ വേണ്ടാത്തതിലും ഹറാമിൽ നിന്ന് നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കണം. അത് റമദാൻ അല്ലാത്തപ്പോൾ വേണ്ടത് റമദാനിൽ പ്രത്യേകിച്ച് അത് ജാഗ്രത. കാരണം നോമ്പ് ചൊല്ലത് ഞങ്ങളുടെ ശരീരം മുഴുവനായിട്ട് അതിന്റെ ഭാഗമാണ് അവസാനത്തിൽ ചൊല്ല. നോമ്പ് എന്നുള്ളത് അത് ഞങ്ങൾ വെറും തിന്നാണ്ട് നിൽക്കുന്നത് മാത്രമല്ല, ഞങ്ങളെ കൈക്കും കാലവും കണ്ണും നോമ്പ് കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങളെ ശരീരത്തെ വേണ്ടാത്തതിൽ നിന്നും തടീച്ചകളിൽ നിന്നും ഞങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് നോമ്പുടെ സുന്നത്തിൽ പെട്ടതായിട്ട്. അതുപോലെ ഹലാലല്ലാത്തത് ഞങ്ങൾ ഉപയോഗമാകുന്നത് അത് തന്നെയാവട്ടെ, മേലക്ക് തോത്തുന്നതാവട്ടെ, ഡ്രസ്സാവട്ടെ, കുടിക്കുന്നതാവട്ടെ, തിന്നെടുത്താവട്ടെ. കുടിക്കുന്നതെങ്കിൽ നോമ്പ് തറക്കുന്നത്, നോമ്പ് തറപ്പ് ഞങ്ങൾ തിന്നെടുത്തില്ല. അപ്പൊ ഞങ്ങൾക്ക് ഹലാലല്ലാന്നുണ്ടെങ്കിൽ അല്ലെ ഞങ്ങൾ സുബേടി പിടിച്ച് മൊത്തോലും നോമ്പ് പിടിക്കലേ. അവസാനം നോമ്പ് തുറക്കാകുമ്പോൾ ഹലാലല്ലാത്തത് തിന്നിട്ട് ഈ നോമ്പിടെ കിടക്കാക്കണം. അപ്പൊ ഇബ്ലീസ് ചില മനുഷ്യന്മാരെ വിശ്വാസാക്കുകയായി ഏതായാലും നോമ്പ് പിടിക്കാത്തത് പോലെ ആകുകയില്ല എന്നെങ്കിലും നോമ്പ് തുറക്കുമ്പോൾ നോമ്പുടെ കാത്തുപോയ കുഞ്ഞിനെ പോലെ ആക്കുക ഇബ്ലീസിന് സാധിക്കുന്നത്. അതെങ്ങനെയൊക്കെയാണെങ്കിൽ നോമ്പ് പിടിച്ചിട്ട് ഓൻ അറിയാവുന്ന ഓണിൽ നിന്നുണ്ട് അവിടെ ചില തപ്പുകൾ. അതുപോലെ ഹറാമല്ല ഹലാലല്ലാത്ത ആഹാരങ്ങൾ കൊണ്ട് നോമ്പ് തുറക്കട്ടെ. അല്ലെ ചിലതൊക്കെ കാണുക എന്താ നോമ്പ് തുറക്കലോട് ഭയങ്കര കെട്ടിപ്പിടി, അവിടെ നോമ്പിടിക്കുന്ന തപുസത്തിന് ഗലാട്ട. അപ്പൊ അതുകൊണ്ട് ഒന്നിന്റെ അവിടെ ജണ്ട് എടുത്ത് വെച്ചോണ്ടേ കട്ട് വെച്ച് തിന്നിടേ. ഇത്തരം കാര്യങ്ങൾ ചില സംഭവിക്കുന്നത് കാണാം. അല്ലെ ഞങ്ങൾ നോമ്പ് തുറക്കുന്നത് കണ്ടാലും അങ്ങനെ ഒരു മീറ്റിംഗ് ഓരോരുത്തർ ഇത്തരത്തെ അതനുസരിച്ചിട്ടേ ഞങ്ങൾ എടുക്കാവൂ. അവിടെ ഞങ്ങൾ ഒന്നും ജണ്ടോ കണിപ്പാണ്ടി വെച്ചിട്ടോ ഇങ്ങനെ ആക്കിയിട്ട് ഞങ്ങൾ തിന്നെങ്കിൽ ഞങ്ങൾ സുഖം പിടിച്ചു വന്ന് തോന്നും പഴിച്ചു തെച്ചത് വൃത്തികേരി. ഹലാലല്ലാത്ത തിന്നിട്ട് ഞങ്ങൾ നോമ്പിടെ ഞങ്ങൾ പത്തിലാക്കണം. അല്ലെ നോമ്പ് തുറക്കാൻ നോമ്പ് തുറപ്പാണ്ട് നല്ല കാര്യമായിട്ട്. പക്ഷെ അവിടെ അച്ചടക്കം വളരെ ആവശ്യമാണ്. അനാവശ്യ ഫലങ്ങൾ ഗലാട്ട ഇതൊന്നും നോമ്പ് തുറക്കലോടെ ഉണ്ടാവുകയാണ്. യാതൊക്കെയും തിന്നിട ഐറ്റമുകളുടെ വിഷയത്തിലായിട്ട് ഇവിടെ ഗലാട്ട ഉണ്ടാവുന്നത് അല്ലെ. അതിൽ കുറെ ആൾ കണ്ടുവെക്കണേ, കുറെ ആൾ ഉണിപ്പാടി വെച്ചെന്താണ് കുറെ കുഴപ്പം തന്നല്ല ഇങ്ങനെല്ലാം ആക്കി ചില ആൾമാർ കാണുന്നത്. അത് ഒരു മനുഷ്യർ ആദ്യമായിട്ട് തിന്നിട്ട് പിഞ്ഞിരിക്കുന്ന എന്താ ഇത് പട്ടിണിയുള്ള ആയെന്ന് മനുഷ്യന്മാർ തിന്നിട്ട് വേണ്ടാത്ത ഏരിയയിലാണ് അല്ലെ. ഉടൻ അങ്ങനെ സോമാലിയത്തെ പോലെ മനുഷ്യന്മാർ ഒരു വേട്ട് പിടിച്ചിട്ട് ഒരു നേരത്തെ ചോറ് വേനായിട്ട് റായിനെയും കിരീടേക്കത്തെ റായെന്ന് ഇഷ്ടം പോലെ ഇവിടെ തിന്നുകൊണ്ട് ആ പട്ടിണിയില്ല. അള്ളാഹു ഞങ്ങൾക്ക് ഏറ്റി ഒരുപാട് പല കാലം പോലെയല്ല, വേറെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട റായ പോലെയും അല്ല. നമുക്ക് തന്നെയുണ്ട്, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്കും തന്ന ബരക്കത്തിനും നമ്മുടെ റായത്തിന് ഒലിയുണ്ട്. എന്നിട്ട് ഒരു മനുഷ്യർ ആദ്യമായിട്ട് ചിലപ്പോ തമ്പൂസ വെച്ചോടാവാം,
ചിലപ്പോൾ പൊറോട്ടത്തിൽ കെട്ട് വെച്ചോടാവാം, അല്ലെങ്കിൽ നോമ്പ് തുറന്ന് പിന്നെ തന്റെ പൊതിയാവാം. അത് മണിപ്പാട്ട് കേൾക്കണമാ, കട്ടെടുക്കണമാ, ഗൊന്തില്ലാണ്ട് എടുക്കണമാ, നിസ്കാരത്തിൽ ടൈമിൽ നിന്നിട്ട് ബാക്കി ആളുമാർക്ക്, അതായത് എല്ലാവരും നിസ്കാരത്തിൽ അപ്പൊ കുറെ ആൾമാർ കട്ടിട്ടോടെ തിന്നിട്ടത്, അപ്പൊ ബാക്കി ആളുമാർക്ക് കെട്ട് തികയില്ല, മെയ്യാവില്ല. ഇങ്ങനത്തെ ഉള്ള ഒരവസ്ഥപ്പെട്ട് റമദാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അത് റമദാൻ അല്ലാത്തപ്പോൾ ശ്രദ്ധിക്കണം അല്ലെ. ഞങ്ങൾക്ക് ഇപ്പൊ മഞ്ഞത്തെ എല്ലാ പ്ലേറ്റും ഒരു കബാബിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ പ്ലേറ്റ് കബാബ് ഞങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് അത് ഹലാലല്ല. ആ വ്യവസ്ഥ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആ ചോറ് കണ്ടാൽ കണക്കാക്കിയത് ഓരോരുത്തരും ഇത്ര അവിടെ നമ്മൾ ചെണ്ടെടുത്ത് കൊടുത്തില്ല. ഇഷ്ടം പോലെ വെച്ചവിടെ ഇഷ്ടം പോലെ എടുക്കണം. അപ്പൊ പ്രത്യേകിച്ച് റമദാനിൽ ഇതിന് നോമ്പ് തുറക്കുമ്പോൾ കാണ്ടവനായിട്ട് നിസ്കരിക്കണം, നോമ്പടിക്കണം, എല്ലാ ജമാഅത്തിനും ചേർന്നത്, ഖുർആൻ ഓതുന്നത്, ദിക്ർ ചൊല്ലത്, സലാത്ത് ചൊല്ലത്, നോമ്പ് തുറക്കാൻ പറ്റും. ഈ നോമ്പുടെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തും പോലത്തെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുക എന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കണമെന്നായിട്ട്. പിന്നൊന്നും പരിശുദ്ധ ഖുർആൻ ഓത്ത് അധികരിപ്പിക്കുക, ദിക്ർ സ്വലാത്ത് അധികരിപ്പിക്കുക, ഇഅ്തികാഫ് അധികരിപ്പിക്കുക, നല്ല കാര്യങ്ങളൊക്കെ അധികരിപ്പിക്കുക. ഇത് പ്രത്യേകിച്ചും റമദാന്റെ അവസാനത്തെ പത്തിൽ കൂടുതൽ ചെയ്യുന്ന സുന്നത്തായിരിക്കുന്നത്. പിന്നെ ഒരു സുന്നത്ത് നോമ്പ് തുറക്കുന്ന സമയമായി കണ്ടെങ്കിൽ പിന്നെ എണീക്കണ്ട. ബാങ്കായ ഉടനെ നോമ്പ് തുറക്കാം, സമയമായി തന്നെ. ഞങ്ങൾ എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ മൊബൈലുണ്ട്, എല്ലാവർക്കും ടൈം നോക്കേണ്ട വ്യവസ്ഥയുണ്ട്. എത്ര ഗಂಟೆ മഗ്‌രിബ് ബാങ്കിട്ട് അറിയുമുള്ള വ്യവസ്ഥയുണ്ട്, എത്ര ഗಂಟೆ സുബൈ ബാങ്കിട്ട് അറിയുമുള്ള വ്യവസ്ഥയുണ്ട്. അത് ഓരോ സ്റ്റാറ്റസിൽ വെച്ചിട്ട് ഓരോ ഗ്രൂപ്പ് കണ്ട് ടൈം അറിയിക്കും, വേറെ വ്യവസ്ഥ ഉണ്ട്. ഇത്തരെല്ലാം എന്നിട്ടും ഞങ്ങൾക്ക് നോമ്പ് തുറക്കുന്ന സമയമായപ്പോൾ ഞങ്ങൾ തുറക്കാം. ബാങ്ക് കൊടുക്കുന്നത് ചിലപ്പോൾ ലേറ്റായി പോയെങ്കിലോ ചിലപ്പോൾ വേഗമായി പോയെങ്കിലോ ഞങ്ങൾക്ക് ഗമനം വേണം, ഞങ്ങൾക്ക് ശ്രദ്ധ വേണം. ഞങ്ങളുടെ നോമ്പിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് ഗമനം വേണം. 10 മിനിറ്റ് മുന്നേ ബാങ്ക് കൊടുത്തിട്ട് വെക്കാം. എന്താ ഞങ്ങൾ പാലിക്കൊരുത്തിട്ട് അയാൾ നിൽക്കട്ടതിൽ ദോഷമെല്ലാം ചൊല്ലല്ല. ഞങ്ങൾക്ക് ഗമനം വേണം, ഞങ്ങൾക്ക് ഒരു ശ്രദ്ധ വേണം. സാധാരണ ടൈമിൽ ബാങ്ക് കൊടുക്കണേ ഏതെങ്കിലും ഒരാൾ അല്ലെ, ആയിരക്കണക്കിന് പള്ളിയിൽ പോയി എല്ലാ പള്ളിയിലും 10 മിനിറ്റ് മുന്നല്ലോ അരഗണ്ട മുന്നല്ലോ ആരും ബാങ്ക് കൊടുക്കില്ല. ഏതെങ്കിലും ഒരു പള്ളിയിൽ എപ്പെങ്കിലും അവർക്ക് ചിലപ്പോൾ സംഭവിച്ചു പോകും. അല്ല അക്കാലത്തെ സമയത്ത് ചിലപ്പോ ഉറക്കണീച്ചിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിപ്പോയി. അപ്പൊ ഞങ്ങളെ നോമ്പിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ജ്ഞാനം വേണം, ഞങ്ങൾക്കൊരു ഓർമ്മ വേണം. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ട്, വാച്ചുണ്ട്, ടൈം അറിയുമ്പോൾ എല്ലാ വ്യവസ്ഥയും ഉണ്ട്. അപ്പം ബാങ്ക് എത്രയൊക്കെ നോക്കി ആ സമയത്ത് ബാങ്കാവിടെ ആ റമദാന്റെ നോമ്പ് തുറക്കേണ്ട സമയമായ സമയത്ത് തുറക്കുക. ലേറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിസ്കരിച്ച് മകനും നിസ്കരിച്ചിട്ട് തറക്കണമെന്നൊന്നുമില്ല. നിസ്കാരത്തിന് മുതലേ തുറക്കാം, അതായിരിക്കും നല്ലത്. സമയമായിട്ടുണ്ടെങ്കിൽ പിന്നെ ചിന്തിക്കണ്ട. പിന്നെയുള്ള സുന്നത്തായിട്ട് നോമ്പ് തുറക്കുന്നത് ഈത്തപ്പഴം കൊണ്ടാവുക, അതല്ലെങ്കിൽ കാറയ്ക്ക്, അതല്ലെങ്കിൽ തണ്ണി. ഇതിൽ നിന്ന് മൂന്ന് ഇപ്പൊ 3 ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കാം, അല്ലെങ്കിൽ 3 കാറയ്ക്ക്, അല്ലെങ്കിൽ 1 ഗ്ലാസ് തന്നെ 3 വട്ടാക്കി കുടിച്ചിട്ടെങ്കിലും അങ്ങനെ നോമ്പ് തുറക്കുക. ഏറ്റവും നല്ലത് ഇങ്ങനെയായിരിക്കുന്നത്. ഇങ്ങനെ 3 ഇല്ലെങ്കിൽ 1 ഈത്തപ്പഴം. അങ്ങനെന്താ ഈ ഫുഡ് ഐറ്റംസ് പൈസ ഈത്തപ്പഴം നല്ലത് കൊണ്ടുവരുന്നത്. ഓരോരുത്തരും 3 ഈത്തപ്പഴം കൊടുക്കും അല്ലെ. നോമ്പ് തറപ്പാട്ടൊക്കെ നോമ്പ് തറപ്പാട്ടൊക്കെ ഓരോരുത്തൊക്കെ നല്ല 3 ഈത്തപ്പഴം. പിന്നെ എന്തെങ്കിലും തിന്നും കുടിക്കോ തെല്ലെന്തെങ്കിലും ഒരുപാട് ഉണ്ടാക്കണമെന്നില്ല. പക്ഷെ നല്ല പൈസ ചെലവർക്ക് കണ്ടത് നല്ല തടിക്കാവത്, നാളെ തടിക്ക് ആവത്തേക്ക് അല്ലെ എന്തെല്ലാം ആക്കിയിട്ട് ആ പൈസ അല്ല എത്ര പേരും പൈസ നല്ലൊരു ഈത്തപ്പഴം പറഞ്ഞിട്ട് ഒരു 3 ഈത്തപ്പഴം കൊടുത്തെങ്കിലും നോമ്പ് തുറക്കുള്ള വ്യവസ്ഥയാണ്. അല്ലെ 3 ഈത്തപ്പഴം കൊണ്ട് നോമ്പ് അതാ നല്ലത്. ഇനി ഏത് തിന്നിട്ട് നോമ്പ് തുറന്നെങ്കിലും നോമ്പ് തുറന്നത് മെയ്യാവും. അപ്പൊ അവിടെയും ഒരു സുന്നത്തായ രീതി അതായിട്ട് ഈത്തപ്പഴം, അതല്ലെങ്കിൽ കാറക്ക, അതുപോലെ പിന്നെ തന്നെ അതായിരിക്കുന്നത്. പിന്നെ നോമ്പ് തുറന്നുടനെ ആ നോമ്പ് തുറന്നുടനെ ചൊല്ലുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നോമ്പുടെ സുന്നത്തുകളായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തിയത് മാത്രമാണ്. ഇനിയും അല്ലെ റമദാന്റെ തറാവീഹ് നിസ്കരിക്കുന്നത്, തറാവീഹ് നിസ്കാരം അതിന്റെ രീതി, അതുപോലെ ജമാഅത്ത് സുന്നത്തായി പഠിക്കുക,
നോമ്പുടെ സമയങ്ങളിൽ പ്രത്യേകിച്ചും റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക, ഖുർആൻ ഓത്ത് അധികരിപ്പിക്കുക, ദിക്ർ അധികരിപ്പിക്കുക, സലാത്ത് അധികരിപ്പിക്കുക. എല്ലാ സൽകർമ്മങ്ങളും റമദാൻ അല്ലാത്തപ്പോൾ ചെയ്തത് റമദാനിൽ കൂടുതലായി ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അപ്പൊ ഇതൊക്കെ നോമ്പുമായി സംബന്ധപ്പെട്ട സുന്നത്തുകൾ. ഇത് നോമ്പുമായി നോമ്പ് ബാത്തിലാണെങ്കിൽ നോമ്പ് മുറിയുടെ കാര്യങ്ങൾ 4 കാര്യങ്ങളായിട്ടുണ്ട്. ഇത് 4 നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ ഞങ്ങൾ വലിയ സംശയങ്ങളൊന്നും പണ്ടില്ല. അതിൽ ഒന്നാമത്തത് തന്നെ ജിമാ, അതായത് ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ട് ഇത് നോമ്പുടെ മോളിൽ കുടിച്ചിട്ട് സുബൈ ബാങ്ക് കുടിച്ചിട്ട് മഗ്രിബ് ബാങ്ക് പോലെ ഭാര്യയും ഭർത്താക്കന്മാരും പരസ്പരം ബന്ധപ്പെടുക, സംബോധന ചെയ്യുക. ഇത് നോമ്പുടെ ബാത്തിലാക്ക്. മാത്രമല്ല, നോമ്പ് പിടിച്ചിട്ട് ഒരാൾ അങ്ങനെ ആ നോമ്പുകാരനായിട്ടേ അത് ചെയ്തേക്കണ്ടെങ്കിൽ വലിയ തെറ്റായിട്ട് വലിയൊരു കഫാറത്ത് പ്രായശ്ചിത്തം ഇസ്ലാം കണക്കാക്കിയത്. 2 തിങ്കൾ ഇടപെടാണ്ട് നോമ്പ് പിടിക്കണം. ഇങ്ങനെയെങ്കിലും നോമ്പുടെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടിട്ട് ചെയ്യല്ല, അത് ശ്രദ്ധിക്കണം. അവ നോമ്പുകളുടെ കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തതായിരിക്കും. 2ാമത്തത് മനിയും പുറപ്പെടുവിക്കുക, ഇന്ദ്രിയം പുറപ്പെടുവിക്കുക. ഇന്ദ്രിയം പുറപ്പെടുവിക്കാതെ ഈ സ്ഖലന ഉണ്ടായെങ്കിൽ നോമ്പ് കൊണ്ടിട്ടുണ്ട്. വരങ്ങിയപ്പോ അവന് സ്ഖലനം ഉണ്ടായിപ്പോയി എന്നാ നോമ്പ് കൊണ്ടില്ല. പക്ഷെ ഓന്റെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓന്റെ കൈ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റേതൊക്കെ രീതിയിലോ ഇന്ദ്രിയത്തെ ഓൻ പുറപ്പെടുവിച്ചെടുത്താൽ കാണെങ്കിൽ നോമ്പ് കൊണ്ടിട്ട്. 2, 3 ഉണ്ടാക്കി ശ്രദ്ധിക്കുക. കാറവ് പുറപ്പാട്ടിട്ടുണ്ടാകും. പണ്ടേ കൈയിട്ടോ ഇങ്ങനെ കാറവ് പുറപ്പാട്ടിട്ട് കാര്യങ്ങൾ നോമ്പ്. അപ്പൊ കാറ് വന്നിട്ടുള്ള കാര്യങ്ങളും ഓന് പേരുണ്ടെന്നല്ല നോമ്പ്. അപ്പൊ 3 കാര്യങ്ങൾ. ഇത് 4ാമത്തെ കാര്യമായിട്ട് ഞങ്ങളെ ശരീരത്തെ ഓപ്പണായ ദ്വാരത്തിലൂടെ ഉൾക്കത്ത് വസ്തു എത്തിയെങ്കിൽ നോമ്പ്. ചായ കുടിച്ചെങ്കിൽ നോമ്പ്, ജ്യൂസ് കുടിച്ചെങ്കിൽ, ചോറുണ്ടെങ്കിൽ, കഞ്ഞി കുടിച്ചെങ്കിൽ, സർബത്ത് കുടിച്ചെങ്കിൽ, ഇങ്ങനെ ഓരോന്നിട്ടില്ല. ഞങ്ങളെ ശരീരത്തെ ഓപ്പണായ ഒരു ദ്വാരം, വായി, മൂക്ക്, കാത്, മുൻദ്വാരം, പിൻദ്വാരം, ഇതിലൂടെ കൂടെ ഉൾക്കത്ത് ഒരു വസ്തു എത്തിയെങ്കിൽ നോമ്പ്. അപ്പൊ ഞങ്ങളെ വായി നോക്കുന്നത് ഇത് വട്ടയായി. ഇതിൽ ഈ തൊണ്ടൽ ഇപ്പുറത്തുള്ള ഭാഗങ്ങളിൽ തൊന്നരില്ല. ഇതിനേക്കാൾ ഉൾക്കത്ത് ഒരു വസ്തു കൊണ്ട് തീരാ. കാത് ഇത് വട്ടയായിട്ട് ദ്വാരായിട്ട് ഇതിൽ ഈ പർദ്ദ കാത് തൊന്നറില്ല. ഞങ്ങൾ ഈ വിരൽ കൊണ്ടെത്തര ഉൾക്കത്ത് കൊണ്ട് തീര. കട്ടിയിടക്കോ കാതുകൾ പഠിച്ചിടക്കോ അല്ലെങ്കിൽ ആ കാതിൽ പോലെ ഇതൊന്നും കാതിൽ കൊണ്ട് തീരാ. മൂക്ക് ഇത് ഒട്ടയായിട്ട് ഇതിലെ ഈ മേൽഭാഗത്ത് തലമുടി സാധാരണ കൊണ്ടെത്തുന്നില്ല മേൽ പോണുകുത്തി. അപ്പൊ ഞങ്ങൾ ഉള്ളെടുക്കുമ്പോൾ തണ്ണി വലിക്കണം. എങ്ങനെ റമദാൻ അല്ലാത്തപ്പോ നമ്മൾ സാധാരണ പൊടി വലിക്കുന്ന ആൾമാർ കണ്ടിട്ടില്ലേ? മൂക്ക് ഇങ്ങനെ പൊടി വലിക്കും. അതുപോലെ റമദാനിൽ അങ്ങനെ മേലേക്ക് വലിക്കത്തില്ല. ഇങ്ങനെ മേല് വലിക്കത്തില്ല. ചുമ അത് മൂക്കടെ ഉടയിഞ്ഞ ഉൾക്കത്തെ സൈഡ് തട്ടി മേലേക്ക് ഇങ്ങനെ വലിക്കത്തിലാണ്. റമദാനിലല്ല നോമ്പ് പിടിച്ചപ്പോ വലിക്കത്തിലാണ്. അപ്പൊ ഇതിന് മേലേക്ക് ഒരു വസ്തു പോയെങ്കിൽ നോമ്പ് പാത്തിലാവുക. അതുപോലെ മനുഷ്യരുടെ മുൻദ്വാരം പിൻദ്വാരം ഇതും ഒട്ടയായിട്ട് ഇതിനോട് കൂടെ ഉൾക്കത്ത് ഒരു വസ്തു എത്തുകയാണ്. ഉൾക്കത്ത് ഒരു വസ്തു പ്രവേശിക്കുകയാണ്. അവിടെ അതേപോലെ ഞങ്ങൾ വിരൽ കൊണ്ട് കാതിലെ വിരൽ കൊണ്ട് പർദ്ദ ഭാഗമായിട്ട്. അപ്പോ സാധാരണ പെണ്ണുങ്ങളിലൊക്കെ ദുഃഖനെ ജയിക്കുമ്പോ ആ ഭാഗങ്ങളിലൊക്കെ കണ്ടെങ്കിൽ പർദ്ദ ഭാഗങ്ങളിലായിട്ട് കടവുന്നറിയും. അതിനേക്കാൾ ഉൾക്കത്ത് ഒരു വസ്തു തീരാം. ഇതെല്ലാം നോമ്പ് മുറിയുടെയും ചൊല്ല കാര്യങ്ങളിൽ ഓപ്പണായ ദ്വാരത്തിനോട് കൂടെ ഉൾക്കത്ത് ഒരു വസ്തു ചെയ്തിട്ടുള്ളത്. അപ്പൊ കാതിന് മറന്നിട്ട് നോമ്പുണ്ട്, കാരണം വട്ടയായിട്ടുണ്ട്. മൂക്ക് വിറ്റുവാട്ടി നോമ്പുണ്ട്. ഇനി മണ്ടലോട് കൂടി ഉൾക്കത്ത് പോണത് തീരാം. ഇനി അല്ലാത്ത ഇപ്പൊ കണ്ണു നോക്കുന്നത് കണ്ണ് ഓപ്പൺ ദ്വാരണ്ട. അതുകൊണ്ട് സുഖമിടാൻ പോകുന്ന നല്ലതെന്തല്ല. കണ്ണിന് മറന്നിട്ട് നോമ്പെന്നും പോന്നില്ല. വെറുതെ വിറ്റുവാട്ടണ്ട. ചിലപ്പോൾ ഉഷാറില്ലാത്ത ആത്മാന്റെ ആവശ്യം തൊന്നരയില്ല. നോമ്പൊന്നും പാത്തിലാവില്ല, നല്ലതല്ല. അത് ജാവോ അവസ്ഥ തലയ്ക്ക് എണ്ണിട്ടെങ്കിൽ നോമ്പോണ്ടില്ല. അപ്പൊ ഇതിലൂടെ കൂടെ ഉൾക്കത്ത് പേസ്റ്റിന്റെ പല്ല് തേച്ച് നോക്കണം. അത് ഉൾക്കത്ത് പോയില്ലെങ്കിൽ അപ്പൊ ഇതെല്ലാം ഈ പിന്നെ 4 വാപ്പനായ ദ്വാരത്തിനോട് കൂടെ ഉൾക്കത്ത് വസ്തു എത്തിയെങ്കിൽ നോമ്പ് മുറികൾ.
ഇഞ്ചക്ഷൻ അടിച്ചെങ്കിലോ, ഇഞ്ചക്ഷൻ എന്നുള്ളത് ഗോളയായിട്ടാകില്ല, ഇറച്ചിക്കോ ഇതൊക്കെ ഉത്തരവൊന്നും എന്നാ പ്രോബ്ലം ഇല്ല. പക്ഷെ നറമ്പ് കൃത്യം കണ്ടെങ്കിൽ നോമ്പുരിടോ ഇല്ല, നറമ്പ് എന്നുള്ളത് ഗോളയായിട്ടാക്കിയ എന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചില അത്യാവശ്യ ആൾമാരല്ലേ ചെയ്യുന്നത്. അപ്പൊ അത്രമാർക്ക് നോമ്പ് പിടിക്കുമ്പോൾ തീരാത്തവണെങ്കിൽ ഈ പ്രോബ്ലം ഇല്ല. പിന്നെ ചില ആൾമാർക്ക് ബ്ലഡ് എടുക്കേണ്ടി പണ്ട്, അപ്പൊ നോമ്പ് മുരടിച്ചുന്ന പണ്ഡിതന്മാരുള്ള മുരില്ലാണ്ടിക്കുന്ന പണ്ഡിതന്മാരും ഉള്ളതാണ്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ എന്താക്കുക, ജാഗ്രത പാലിക്കുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ അപ്പമേ ചെയ്തിട്ട് വേണ്ടിട്ടുണ്ടെങ്കിൽ ചെയ്യാം. അല്ല അപ്പമേ ആവണമെന്നില്ല, ജാവും ചെയ്യും ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നീക്കി വെച്ച് ചെയ്യലല്ലേ നല്ലത്. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ എന്താക്കുക, ജാഗ്രത പാലിക്കുക. അപ്പൊ ഈ നോമ്പ് മുരിയുടെ കാര്യങ്ങൾ അല്ലെ, ഇതിൽ നിന്ന് ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ ടോയ്ലറ്റിൽ പോയിട്ട് ഞങ്ങൾ ശുചിയാക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ. ടോയ്ലറ്റിൽ പോകുമ്പോൾ കൽക്കുമ്പത്തും വൃത്തിയാക്കുമ്പത്തും അവിടെയും നമ്മൾ സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കണം? അവിടെ ഞങ്ങൾ ഈ അവിടെ ശുദ്ധിയാക്കണമെങ്കിൽ നിർബന്ധം, ശുദ്ധിയാക്കിയിട്ട് വേണം, നജസ്സല്ലേ. അപ്പൊ അവിടെ ഞങ്ങൾ ഈ ശുദ്ധിയാക്കുമ്പോൾ ഉൾഗത്തിന് വസ്തു എത്തുമ്പോഴത്തേക്ക് പത്രഭാഗങ്ങളൊക്കെ ശുദ്ധിയാവണം അല്ലെ. അതിനേക്കാൾ ഉൾഗത്തിന് എത്തിപ്പോണത് തീരാ എന്നുള്ളതായിട്ട് ഇപ്പൊ പിടി വലിച്ചെങ്കിൽ ബത്തളത്തിണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്നും എന്താക്കത്തില്ല, ചെയ്യത്തില്ല. അത് ഉൾഗത്ത് ഒക്കെ ഇങ്ങനെ കൊണ്ട് ഇനി റമദാന്റെ നോമ്പ് ഖളാ ആയെങ്കിൽ ആവശ്യമില്ലാണ്ട് ഖളാക്ക് വെറുതെ ഖളാക്കണമെങ്കിൽ റമദാന്റെ പിറ്റേന്ന് ഖളാ കൂട്ടണം. അല്ല ആവശ്യം എന്നിട്ട് നോമ്പ് കൂട്ടുന്നു എന്നാൽ പണ്ട് റമദാന് കൂടുതലായിട്ട് അവർ ഖളാ കൂട്ടണം. ഈ റമദാന്റെ നോമ്പ് കൂട്ടത് മക്കളെ ആവശ്യത്തിന്, അതായത് കർപ്പിച്ച് പെണ്ണുങ്ങ ബാക്കിലുള്ള കിടാവ് വേണ്ടിയോ മലകുളങ്ങളുടെ ഉമ്മ കിടാവുടെ ആവശ്യത്തിന് വേണ്ടിയായിട്ട് നോമ്പ് കൂട്ടതുണ്ടെങ്കിൽ ഡോക്ടർ ചെന്ന ഇത് ഉച്ചയ്ക്ക് ഈ മെഡിസിൻ എടുത്തിട്ടേ വേണം, ഇല്ലെങ്കിൽ കിടാവ് കഴിഞ്ഞിട്ട് അതിന് ബുദ്ധിമുട്ട്. അപ്പൊ കിടാവുക വേണ്ടിയായിട്ട് നോമ്പ് കൂട്ടത്. അല്ല ബാക്കിലുള്ള ഒരു കിടാവുക വേണ്ടി ഇമ തടിക്കൊന്നും ബുദ്ധിമുട്ടില്ല, ഉമ്മടെ തടിക്കൊന്നും ബുദ്ധിമുട്ടില്ല, കിടാവുക വേണ്ടി എങ്കിൽ ആ നോമ്പ് കൂട്ടതൊക്കെ ഒരു മുത്ത് അരി കൊള്ളണം. ഗ്രാമങ്ങളിൽ അത്ര പണ്ടത്ര അരി. ഇനി കിടാവും അങ്ങനും വേണ്ടിയിട്ടുണ്ടെങ്കിൽ റമദാൻ കലത്തിൽ കഥാപിട്ടെങ്കിലും അപ്പൊ കഴിഞ്ഞ റമദാന്റെ നമുക്ക് കഥ ഉണ്ട്, ഈ റമദാന് കൂടുതലായിട്ട് പിടിച്ചു തീർക്കണം. ഇനി ഷാബാൻ പോണിന്റെ എന്നാലും കലാറായ നോമ്പ് പിടിക്കലേക്ക് ബുദ്ധിമുട്ടില്ല. ഷാബാൻ പോണെങ്കിൽ പിന്നെ നോമ്പ് പിടിക്കുക തീരാനില്ല, അത് പോണെങ്കിൽ പിന്നെ കണ്ടിന്യൂ ആയിട്ട് പിടിച്ചോണ്ട് വരുന്ന നോമ്പ് പിടിക്കാം. എല്ലാ തിങ്കളാഴ്ച പിടിക്കുന്നവർക്കും ഷാബാൻ പോണെങ്കിൽ പിന്നെ പിടിക്കാം, എല്ലാ ബാലൻസ് പിടിക്കുന്നവർക്ക് ഷാബാൻ പോണെങ്കിൽ നിന്നും പിടിക്കാം. കഴിഞ്ഞ റമദാന്റെ കലാ ബാക്കിയുണ്ട്, അങ്ങനെ ഷാബാൻ പോണെങ്കിൽ പിന്നെ പിടിച്ചു തീർക്കാനായിരുന്നു. അപ്പൊ ഒന്നുമല്ലാത്ത കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് അവിടെ ഷാബാൻ പോണെങ്കിൽ പിന്നെ പിടിക്കോ തീരാത്തില്ല. അതേസമയത്ത് പോണെങ്കിൽ പിടിച്ച് പോണാല് ഇങ്ങനെ പിടിച്ചോണ്ട് പലർക്കും തരുന്നത്. അപ്പൊ കഴിഞ്ഞ റമദാൻ ഒരാളെ നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ ഈ റമദാന് മുന്നലായിട്ട് അത് പിടിക്കണം. ഇനി ഈ റമദാനിന് മുന്നലായിട്ട് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ റമദാനിൽ അതിൽ പിടിക്കുകയില്ല. കാരണം ഈ റമദാനിൽ പഠിക്കണം. അപ്പൊ ഒരു വർഷം ടൈം തന്നിട്ട് അതിലവൻ പിടിക്കാത്തത് കൊണ്ടിട്ട് ആ പിറവാങ്ങിയതിന് വേനായി ഒരു നോമ്പ് ഒരു മുന്താലി കൊടുക്കണം. ഒരു നോമ്പ് ഒരു മുന്താലി ഈ പിറവാങ്ങിയതിന് വേനായിട്ട് കൊടുക്കണം. ഇനി പിന്നത്തെ റമദാൻ അത് പിന്നെ ഇതാവില്ല, ഈ കഴിഞ്ഞ നോമ്പ് അരി കൊടുക്കലോട് കൂടെ നോമ്പ് പിടിക്കുന്നില്ല, അങ്ങനെ കണ്ടില്ല. നോമ്പ് പിടിക്കുന്നത് കഥാ പിടിക്കരുത്, അത് ഈ റമദാൻ കഴിഞ്ഞിട്ട് പിടിക്കണം. അപ്പൊ ഈ അരിയത് വെറുതെ ഒരു വർഷം പിടിക്കുന്നത് സൗകര്യ എന്നിട്ട് കിട്ടിട്ട് പിടിച്ചില്ല. ചില ആൾമാർക്ക് അങ്ങനെ പിടിക്കുകയോ സമയം കിട്ടിയിട്ടില്ല എന്നൊന്നും ഓർക്ക് ഉഷാറയില്ല, ഓർക്ക് എല്ലാ നാളും മെഡിസിൻ അടിക്കേണ്ടിട്ട്, അപ്പൊ ഓർക്ക് പിടിക്കുക സൗകര്യമേ ആയിട്ടില്ല. അങ്ങനത്തെ പിന്നെ ഇടയിൽ ഗ്യാപ്പേ കിട്ടിയിട്ടില്ല. എന്നാ ഈ റമദാൻ കഴിഞ്ഞിട്ട് പിടിച്ചിരിക്കും.
അതല്ല പിടിക്കുള്ള സമയമെല്ലാം കിട്ടിയിട്ട് എന്നിട്ട് അവൻ കുടിച്ചിട്ടില്ലെങ്കിൽ ഈ റമദാൻ കറവാക്കി എന്നിട്ട് ഒരു മുത്ത് അരി കൊടുക്കണം. ഒരു നോമ്പ് 5 നോമ്പിന്റെ 5 ഈ റമദാൻ കഴിഞ്ഞിട്ട് അതിന് കലാവും കൊടുക്കണം. ഇനി അതും ബാക്കിയാണ് പിന്നത്തെ റമദാൻ. എന്നാലും പിന്നത്തെ റമദാൻ പറഞ്ഞു പിന്നെയും ഓരോ മുത്ത് അരി, അങ്ങനെ വർഷം പോലെ ഈ മുത്ത് ആഡായാണ്. ഏതായാലും ഈ കലാപിക്കുന്നത് അവിടെ ബാക്കിയാവില്ല, അത് കലാപിട്ടാണ്. പിന്നെ പിടിക്കുന്നത് തീരാത്ത ആൾമാരാണ്, വയസ്സായിട്ട് പിടിക്കുന്നത് തീരില്ല, അല്ലെങ്കിൽ തീർച്ചയാക്കാവില്ല. അങ്ങക്ക് നോമ്പേ നിർബന്ധമില്ല. അങ്ങ് പിന്നെ റമദാൻ ഓരോ നാലത് ഓരോ അരി അതായിട്ടില്ല രുജുവാണ്. ചിലപ്പോ വയസ്സായിട്ട് തീരാത്ത അല്ലെങ്കിൽ എല്ലാ നേരത്തും മെഡിസിൻ എടുത്തുകൊണ്ടേ വരും, അങ്ങനെ നോമ്പ് പിടിക്കാവില്ല. അങ്ങനത്തെ ആൾമാർക്ക് അങ്ങനെ നോമ്പേ ഉജൂബില്ല. അങ്ങ് ഉജൂബാകുമ്പോഴേ റമദാൻ ഓരോ നാല് ഓരോ ആ ഒരു മുദ്ദ അരിയായിട്ടുണ്ട്, അങ്ങ് വിധിയായിട്ട് കൊടുക്കേണ്ടത്. അത് ഉജൂബേ അത്. പിന്നെ നാം പറഞ്ഞിരുന്നല്ലേ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ട് നോക്കിടെ കണക്കാക്കി നടക്കുന്നില്ല. അങ്ങ് റമദാൻ കഴിഞ്ഞാൽ നോക്കിടെ പദാവുകൾ മാത്രമല്ല ഓണത്തിന് കഫാറത്ത് കൊടുക്കണം. എന്തിനാ കഫാറത്ത്? ഒരടിമടി താക്കാം. അത് സാധിച്ചില്ലെങ്കിലോ അതിനൊക്കെ ഈ കാലഘട്ടത്തിൽ കിട്ടില്ല. ഇല്ല, ഇടപെടാൻ 2 തിങ്കൾ നോമ്പ് കൊടുക്കണം. ഈ ഇനി അതൊന്നും സാധിച്ചില്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ആഹാരത്തിൽ കൊടുക്കണം. അത് മിസ്കീന്മാർക്ക് 60 ഫക്കീർമാർക്ക് ആഹാരത്തിൽ കൊടുക്കണം. അത് തീരില്ലെങ്കിൽ മാത്രം. അപ്പൊ വലിയൊരു ശിക്ഷയായിട്ട് ഇസ്ലാം അത് വിധിച്ചിട്ടുള്ളത്. അതുകൊണ്ടിട്ട് റമദാന്റെ ഓർമ്മനം അത്തരം കാര്യങ്ങളുമായി ഏർപ്പെടുത്തി അല്ലാഹു ഈ പരിശുദ്ധ റമദാന്റെ നല്ല സ്വീകരിക്കും, ബഹുമാനിക്കും. തരട്ടെ. അപ്പൊ ഈ റമദാന്റെ നോമ്പ്, ആ റമദാന്റെ മഹത്വം തന്നെ മനസ്സിലാക്കണം. റമദാന്റെ ജാവവും പൂർവ്വവും മഹത്വമുണ്ട്, റമദാന്റെ പൂർവ്വവും മഹത്വമുണ്ട്, ഓരോ സമയങ്ങൾക്ക് മഹത്വമുണ്ട്. അപ്പൊ നോമ്പ് ഞങ്ങളെ ഭയങ്കര പട്ടിണിയാക്കിയ നോമ്പ് അതായിട്ട് കാണിക്കുന്നതോളം ചൂടുണ്ട്. ഞങ്ങളെ ഭയങ്കര തിന്നാണ്ട് സുബൈനെ പിടിച്ച് മകരെ ബാങ്കുകളോട് നിക്കടെ ഈ നോമ്പ്. പക്ഷെ അതല്ല, ഇന്നൊരു നോമ്പുണ്ട്. അതേതായിരുന്നത്? അത് അവിടെ കണ്ണുകൊള്ള നോമ്പ്, കാതുകൊള്ള നോമ്പ്, കാതുകൊള്ള നോമ്പ്, കൈക്കൊള്ള നോമ്പ്, ഇടീ അവയവങ്ങൾ നാവുകൊള്ള നോമ്പ്. അവിടെ കണ്ണുകൊണ്ട് വേണ്ടാത്തത് കാണാത്ത നോമ്പ്, വേണ്ടാത്തത് കേൾക്കാത്ത നോമ്പ്, വേണ്ടാത്തത് പറയാത്ത നോമ്പ്, വേണ്ടാത്തത് ചെയ്യാത്ത നോമ്പ്, വേണ്ടാത്തത് കാതുകൊണ്ട് നടക്കാത്ത നോമ്പ്. ഇതായിട്ടുണ്ട് 2ാമത്തെ ഘട്ടത്തിലുള്ള നോമ്പ്. നോമ്പുടെ പ്രഥമ ഘട്ടത്തിലുള്ളത് 1ാമത്തെ സ്റ്റെപ്പ്. എന്തും തിന്നാത്ത നോമ്പ് വരിക, നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ പാലിച്ചുകൊണ്ടുള്ള നോമ്പ്. അത് 1ാമത്തെ സ്റ്റെപ്പായിട്ടുണ്ട്. ഇതല്ല, ഇതിനേക്കാൾ 2ാമത്തെ സ്റ്റെപ്പിലുള്ള നോമ്പ് നിങ്ങളെ കണ്ണും കാതും കൈക്കും കാതും എല്ലാത്തും കൊടുക്കുന്ന നോമ്പ്. ഞങ്ങളെ നാവിടെ ജാഗ്രത നോമ്പ്, ഹറാമായത് കേൾക്കാത്ത നോമ്പ്, ഹറാമായത് പറയാത്ത നോമ്പ്, ഹറാമായത് ചെയ്യാത്ത കൈ കൊണ്ട് ചെയ്യാത്ത നോമ്പ്. ഇതിനേക്കാൾ ഇതൊക്കെ സജ്ജനങ്ങളെ സ്വാധീനങ്ങളെ നോമ്പായിട്ടിരിക്കുന്നത്. എന്നാ ഔലിയാക്കന്മാരെ നോമ്പുണ്ട്. ഈ ചൊന്നതോടുകൂടെ ഞങ്ങളെ ഹൃദയത്തെ അല്ലാഹ് എന്ന ഓർമ്മയിൽ നിന്ന് വേറെന്ന് പറയാത്ത നോമ്പ്. അങ്ങനെ നോമ്പ് തിന്നെങ്കിൽ നോമ്പ് ബാത്തിലാവുന്നത് അതുണ്ട്. അതോടുകൂടെ ഗീബത്ത് നമീമത്ത് ചൊന്നെങ്കിലും നോമ്പ് ബാത്തിലാവുന്നുള്ള ചിന്തയുള്ള അതിനപ്പുറത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അങ്ങനെ ഖൽബിൽ അല്ലാഹ് എന്നുള്ള ഓർമ്മയല്ലാത്ത ഒന്ന് വന്നു പോയെങ്കിൽ നോമ്പ് ബാത്തിലെന്ന് മനസ്സിലാക്കുക. ഔലിയാക്കന്മാരെ നോമ്പ് ഏറ്റവും ടോപ്പുള്ള നോമ്പായിട്ടിരിക്കുന്നത്. അങ്ങനെ ഭയത്തിലെത്തും തിന്നില്ല, കൈകാലുകളെല്ലാം ഹറാമിൽ നിന്ന് ജാഗ്രതയാക്കിയത്. അങ്ങനെ ഖൽബിലും അല്ലാഹ് എന്നുള്ള ചിന്തയല്ലാത്ത പിന്നൊരു ചിന്ത പണ്ടില്ല. അത് കണ്ടെങ്കിൽ നോമ്പ് ബാത്തിലെന്ന് മനസ്സിലാക്കുക അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അതുകൊണ്ട് നമ്മുടെ നോമ്പ് 916 ആവണം. നല്ല പ്യൂർ, നല്ല ഒറിജിനൽ ഉള്ള നോമ്പാവണം.
ആ നോമ്പാവനെങ്കിൽ വെറും വയറ്റിൽ തിന്നാണ്ട് മാത്രല്ലാണ്ട് ഞങ്ങളെ കൈയും കാലും കണ്ണും ഞങ്ങളെ ശരീരത്ത് ഓരോ പാർട്സുകളും ഓരോ അവയവങ്ങളും ഹറാമിൽ നിന്ന് ജാഗ്രതാക്കി ഇതിക്കെല്ലാത്തും കൂടി കൊടുക്കുന്ന നോമ്പാവണം. അതായിട്ട് നല്ല നോമ്പ്, മഹാന്മാരെ നോമ്പ്, ഔലിയാക്കന്മാരെ നോമ്പ്, സജ്ജനങ്ങളെ നോമ്പ്. അതുകൊണ്ട് ഞങ്ങളുടെ ശരീരങ്ങളെ എല്ലാ തെറ്റിൽ നിന്നും സൂക്ഷിക്കുക, എല്ലാ കടങ്ങളിൽ നിന്നും ഞങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കുക, എല്ലാ ഹറാമിൽ നിന്നും ദൂരത്താവുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് ഒരു നാൾ നോമ്പ് പിടിക്കാൻ കൽപ്പിച്ചിട്ട് എല്ലാവരും ചൊല്ല് എന്റെ അനുമതി ഇല്ലാണ്ടാണ് നോമ്പ് തുറക്കുന്നത് തീരാ. നണ്ടക്ക് കേൾക്കാണ്ടാണ് നോമ്പ് തുറക്കുന്നത് തീരാ. ചില ആൾമാരെ ആവശ്യത്തിന് വേണമായിട്ട് നോമ്പ് പൂർത്തിയാക്കുന്നത് തീരാണ്ടിരിക്കുമ്പോ നബി തങ്ങളെ അനുമതിയോടുകൂടി നോമ്പ് മരിക്കുമ്പോ ഓരോ രണ്ട് പെണ്ണുങ്ങൾ ബാലകാലത്തെ പെണ്ണുങ്ങൾ അങ്ങനെ നോമ്പ് നബി തങ്ങളെ എതിർന്ന് പറഞ്ഞ നമുക്ക് സാധിച്ചില്ല. അങ്ങനെ ആളെ കടത്തിയാറ് ഇന്നത്തെ പെണ്ണുങ്ങൾ നോമ്പ് തുറന്ന് അനുമതി കേട്ടു പറഞ്ഞു. നബി തങ്ങളൊട്ടിಗೆ വന്നിട്ട് ആ സ്വഹാബി അനുമതി കേട്ടപ്പോ നബി തങ്ങൾ ചണ്ടാൽ നോമ്പ് പിടിച്ചിട്ടില്ല. നോമ്പ് പിടിച്ചത് എങ്ങനത്തെ നോമ്പ്? അത് ഭയത്തിന് തിന്നാത്ത നോമ്പ്. അതേ സമയത്ത് അങ്ങനെ നാവ് തന്നെ നോമ്പ് കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാത്രം കൊടുത്തിട്ട് ആ സ്വഹാബിന്റെ ചൊല്ല് ഈ പാത്രത്തിനെ കാറുക വേനായി ചൊല്ലറു. ആ രണ്ട് പെണ്ണുങ്ങൾ തന്റെ കയ്യിന്റെ കാറിയ കാറുമ്പോ ചാരടങ്ങിട്ട് അതിനെന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് പിടിച്ചിട്ട് ആ മനുഷ്യന്മാരെ ഗീബത്ത് ചൊന്നത് കൊണ്ട് നമുക്ക് മഗ്രിബ് തോറും നോമ്പ് വാട്ടുകയില്ല. അതാ ആ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് ഇതെങ്കാലും നമ്മളെ ഭയത്തിൽ ബാക്കിയായിരുന്നെങ്കിൽ നരകത്തിലും പോവത്തത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹാബാക്കളായതുകൊണ്ട് നബി തങ്ങൾ അപ്പം തന്നെ അങ്ങനെ ശുദ്ധിയാക്കി കൊടുത്തത്. സ്വഹാബത്തായ അവിടുത്തെ പെണ്ണുങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നിയന്ത്രിച്ചത്. നബി തങ്ങളെ സ്വഹാബാക്കളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കാട്ടി കൊടുത്തിട്ട് ദീപത്ത് ചൊന്നെങ്കിൽ എന്തേ അത് ചൊന്നെങ്കിൽ എന്തര ഉണ്ടാവും? യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ പിന്നെ ഒരു മനുഷ്യരെ ദീപത്ത് ചൊല്ലുമ്പോ നമീമത്ത് ചൊല്ലുമ്പോ അവിടെ അതാ അവനിൽ നിന്നും ഒരു ഇറച്ചി ഭക്ഷിക്കുന്ന ഒരു രീതി തന്നുകൊണ്ട് ഭയത്തിലുണ്ടാവും. അത് ഇങ്ങനെയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാട്ടി കൊടുക്കുന്നത് ആ സ്വഹാബത്തായ പെണ്ണുങ്ങളെ നേർമാർഗ്ഗത്തെ എത്തുവാട്ടിയത്. അതുകൊണ്ട് സ്വഹാബാക്കളാരും തപ്പു പേരിക്കണ്ട. ഗീബത്ത് ചൊന്നെങ്കിൽ എന്തേ സ്വഹാബാക്കൾ ഗീബത്ത് ചൊന്നിട്ടില്ലേണ്ടി പേരിക്കണ്ട. സ്വഹാബാക്കളിൽ നിന്നൊരു തർക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പുറത്ത് ശുദ്ധിയാക്കി കിടത്തിട്ട് അതിൽ ക്ലിയർ ആക്കി വിട്ടു, അങ്ങനെ കലക്കി വിട്ടു. എന്നിട്ട് നബി തങ്ങൾ അത് ബാക്കിയായി നരകത്ത് അങ്ങ് പോവന്തത് എല്ലാ സ്വഹാബാക്കൾക്കും അതൊരു പാഠമായി മനസ്സിലാക്കി വെച്ചത്. സ്വഹാബാക്കളല്ല, ആ സ്വഹാബാക്കളിൽ നിന്ന് ലക്ഷക്കണക്കുള്ള സ്വഹാബാക്കളിൽ നിന്ന് ഏതെങ്കിലും ചില്ലറ സ്വഹാബാക്കളിൽ നിന്ന് തപ്പ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ തപ്പ് മനസ്സിലാക്കി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിക്കൊടുത്തതിനെ സമാക്കി വിട്ടു. അതുകൊണ്ട് ഒരിക്കലും സ്വഹാബാക്കൾ അങ്ങനെ ആക്കിയില്ലേ അങ്ങനെ വായിക്കൊണ്ട് ചൊല്ലുക തീരാ. അങ്ങനെ വലിയ സ്ഥാനത്തുള്ളതായിട്ട് കിടറുക, വലിയ മഹത്വമുള്ളതായിട്ട് കിടറുക, അങ്ങനെ തങ്ങളെ നേരിൽ കണ്ട് വിശ്വസിച്ചതായിട്ട് കിടറ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ആക്കിയെങ്കിലും സ്വഹാബാക്കൾ അങ്ങനെ ആക്കിയില്ലേക്ക് ചൊല്ലുക തീരാ. അത് ശരിയായ ഫലത്തല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബാക്കളെ തരം താഴ്ത്തലായിട്ട് അതൊന്നും മുഅ്മിനീങ്ങളുടെ ഭാഗത്തിൽ നിന്നുണ്ടാവുകയില്ല. സ്വഹാബാക്കളെ നിസാരമായി കണ്ടെങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സ്വഹാബാക്കൾക്ക് പഠിപ്പാട്ടി കൊടുത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ നോമ്പ് ആ നോമ്പ് വയറ്റുള്ള നോമ്പാവാണ്ട് കൈകാലും കണ്ണുകൾക്കുള്ള നോമ്പാക്കി, ഞങ്ങളെ കയ്യും കാലും കണ്ണുകൾക്കുള്ള നോമ്പാക്കി, പ്രത്യേകിച്ച് ഞങ്ങളെ നാവുകളുള്ള നോമ്പാക്കി. ഞങ്ങളെ നാവ് കൊണ്ട് ഗീബത്ത് ചൊല്ലാണ്ട്, ഞങ്ങളെ നാവ് കൊണ്ട് നമീമത്ത് ചൊല്ലാണ്ട്, ഞങ്ങളെ നാവ് കൊണ്ടതാ നോമ്പ് പാത്തില്ല അവിടെ കാര്യങ്ങൾ ആ കാര്യങ്ങളായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല പ്യൂർ നല്ല ഒറിജിനൽ നോമ്പ് 916 സീലുള്ള നോമ്പായി
ഞങ്ങളെ നോമ്പടെ മാറ്റിയെടുക്കുന്നത് സാധിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഞങ്ങളുടെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഈ പരിശുദ്ധ റമദാനെ നല്ലോണം ആദരിക്കുന്ന തൗഫീഖും സന്മനസ്സും ഹിമ്മത്തും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നായി കേട്ടതും ചൊന്നതുമൊക്കെ സ്വാലിഹായ അമലായി അല്ലാഹു നല്ലതും സ്വീകരിക്കട്ടെ. എല്ലാവരും പരിശുദ്ധ റമദാനെ നല്ലോണം ദുആ എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണം. എല്ലാ സ്വാലിഹീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണം. എല്ലാ ആലിമീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഞങ്ങൾ ഉസ്താദുമാർ, ഞങ്ങളെ ബാപ്പമാർ, ഞങ്ങളെ ഉമ്മമാർ, അത്രമാർക്ക് വേണ്ടി ദുആ ചെയ്യണം. എല്ലാ മുഅ്മിനീങ്ങളെ അഭിവൃദ്ധിക്ക് വേണ്ടി ദുആ ചെയ്യണം. എല്ലാ മുഅ്മിനീങ്ങളെ സന്തോഷത്തിന് വേണ്ടി ദുആ ചെയ്യണം. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ കൂടുതൽ ഇബാദത്ത് ചെയ്യുക. തറാവീഹ് നിസ്കാരത്തിൽ ജമാഅത്തായി നിസ്കരിക്കുക. പ്രത്യേകിച്ചും തറാവീഹ് നിസ്കാരം നല്ല അതോടുകൂടെ നിസ്കരിക്കുക. ജമാഅത്തിൽ ഒരു വഖത്ത് പോലും നഷ്ടപ്പെടാത്ത ഇമാം ജമാഅത്തായി നിസ്കരിക്കുക. അതുപോലെ നല്ല കാര്യങ്ങളെല്ലാം കൂടുതൽ ചെയ്യുക. പാവപ്പെട്ട ആളുമാരെ സ്നേഹിക്കുക, അങ്ങനെ സഹായിക്കുക. പ്രത്യേകിച്ച് ഞങ്ങളെ റായത്തിൽ നോമ്പ് തറുകൾ കഷ്ടപ്പെട്ട ആളുമാറിക്കുവാർ, അങ്ങനെ കഷ്ടപ്പാട് ഭർത്തുകാരെങ്കിൽ അങ്ങനത്തെ ആളുമാറിക്കുവാർ. അത്തരം ആളുമാരെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് അങ്ങനെ കൊടുക്കണം. പാവപ്പെട്ട ചില ആളുമാർ അങ്ങനെ ആവശ്യം വന്നിട്ടുണ്ട്, ബായി തുറന്നിട്ടുണ്ട്, ആളുമാറിക്കേണ്ടത്. അതേ സമയത്ത് കേൾക്കാത്ത ആളുമാറിക്കിടത്. പക്ഷെ അതിന് കഷ്ടണ്ട് അങ്ങ് മനസ്സിലൊക്കെ ഉറപ്പിച്ച് ഓടിപ്പോണ്ടി വെച്ച് നല്ല ആളുമാർ, പൈസ ആളുമാരെ പോലെ, സമ്പത്ത് ആളുമാരെ പോലെ ജീവിക്കുന്നത്. അത്തരം ആളുമാരെ കണ്ടുപിടിച്ച് സഹായിച്ച് ഞങ്ങളെ സന്തോഷിപ്പിക്കണം. അങ്ങനെ കഷ്ടപ്പാട് ഉണ്ടെങ്കിൽ അതിനെ ഞങ്ങളെ സഹായിക്കണം. അത്തരം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. നോമ്പ് തറപ്പാട്ടുകൾ തീരാൻ കണ്ടെങ്കിൽ നോമ്പ് തറപ്പാട്ടുകൾ വലിയ പ്രതിഫലമുള്ള കാര്യമായിട്ട് ചുമ തീരുന്നെങ്കിൽ ഈ തവണ കൊടുത്തിട്ടെങ്കിലും നോമ്പ് തറപ്പാട്ടണം. ഇങ്ങനെ നല്ല നല്ല സാലിയായ അമലുകളെ കൊണ്ട് കൂടുതൽ അല്ലാഹുവിനെ കൊല്ലാടുന്നതിന് ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ സജ്ജനങ്ങളെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. കൂടുതലായും ഈ റമദാനിലെ ദീനിയായ വിഷയങ്ങൾ പഠിക്കുന്നതിനായി സമയം കണ്ടെത്തണം. ദീനിന്റെ ഇൽമെങ്കിലും ചെറിയ ചെറിയ സമയത്തിലെങ്കിലും ഒരു 10 മിനിറ്റോ കാലത്തെയോ ഒരു അരഘട്ടയോ ദീനിയായ ഇൽമു പഠിക്കുന്നതിനായി ശ്രമിക്കണം. പരിശുദ്ധ ഖുർആൻ നല്ലോണം ഓതുക, ചന്താക്കി ഓതുന്നതിനായി പഠിക്കണം. അതുപോലെ ഖുർആന്റെ ക്ലാസ് എടുക്കണം. ഓതുക തെരഞ്ഞെടുപ്പ് പിന്നെയും ചന്തായി ഓതുന്നതിനായി പഠിക്കണം. ഇങ്ങനെ ദീനിയായ ഇൽമുകളെ പഠിക്കണം. കൂടുതൽ നല്ല ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് റമദാനെ സ്വീകരിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെല്ലാം സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. പ്രത്യേകിച്ച് റമദാന്റെ അവസാനത്തിൽ ലൈലത്തുൽ ഖദറിന്റെ അതിന്റെ മഹത്വം അറിയണം. അതുപോലെ റമദാന്റെ അവസാനത്തിൽ ഫിത്റും സക്കാത്തുമായി സംബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ പഠിച്ചു വെക്കണം. റമദാന്റെ അവസാനം അത് കഴിഞ്ഞിട്ടതാ ശവ്വാലും പെരുന്നാളിന്റെ മഹത്വം അവർക്ക് അറിയാം. അല്ലാഹു തആല അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ സമയങ്ങളൊക്കെ കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നു. പ്രത്യേകിച്ചും അവസരം നിങ്ങളെ പള്ളിയിൽ നിങ്ങൾക്ക് ആണുങ്ങൾക്ക് സൗകര്യമായിട്ടുണ്ടെങ്കിൽ ഔത്തുള്ള വ്യവസ്ഥ ഉണ്ടാക്കണം. അത് പെണ്ണുങ്ങൾക്ക് ഇത്തിക്കാപ്പത്തേക്കുള്ള അവസരം. അതുപോലെ ഞങ്ങൾക്കും ഔത്തുള്ള അവസരം. ആലിമീങ്ങളുടെ കേട്ടിട്ട് അടുത്ത് എത്ര തെരുവാഴ്ചകളെ എങ്ങനെയായിട്ട് വേണ്ടത് എന്ന് നല്ല ആലിമീങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള വ്യവസ്ഥ ഉണ്ടാക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു ഞങ്ങൾക്ക് അവിടെ സ്വാലിഹീങ്ങളിൽ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ റമദാനിന്റെ നല്ല നല്ല രാവുകളിൽ നിങ്ങളെല്ലാവരും ദുആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഓർമ്മപ്പെടുത്തി. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.